أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. صدق الله مولانا العلي العظيم وصدق بالله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن هذه القلوب لتستوي كما يستوي الحديد إذا أصابه الماء. قيل وما جلاؤها يا رسول الله إلى آخر الحديث كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي أمدي على شددي مشيدي سددي ألدي بلا عدد كن آخذا بيدي خواجة معين الدين. لي خمسة نتفي بها هر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ബഹുമാനനായ കുട്ടി സന്താരിമി ഉസ്താദ് അവറുകൾ, ബഹുമാനനായ അർബി അബ്ബാസ് ദാരിമി ഉസ്താദ് അവറുകൾ,
നമ്മുടെ ഈ സദസ്സിൻ്റെ തന്നെ അധ്യക്ഷനായ KP അബൂബക്കർ ഹാജി, തുവക്കുന്ന് യമാനയിലെ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടുത്തെ നക്ഷത്രതുല്യരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതിൻ്റെ വളർച്ചയും ഉയർച്ചയും ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായ സഹോദരങ്ങൾ, അബൂബക്കർ യമാനി ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഇവിടെ എത്തിച്ചേർന്ന ചെറുവാഞ്ചേരി ഇസ്മായിലിനെ പോലെ, അമീദ് കല്ലുങ്കണ്ടിയൊക്കെ പോലെ അൽഹംദുലില്ലാഹ് ഈ പരിസര പ്രദേശങ്ങളിലെ പള്ളികൾക്കും അറബി കോളേജുകൾക്കും ദറസുകൾക്കും പ്രഭാഷണ വേദികൾക്കും ഒക്കെ വലിയ മുതൽക്കൂട്ടായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്റ്റേജിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഈ സ്ഥാപനം എന്നല്ല സമസ്തയുടെ സർവ്വ സ്ഥാപനങ്ങളുടെയും നെഞ്ച് ചേർത്ത് വെച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുവക്കുന്ന് യമാനയുടെ മുന്നിൽ ഒരു വലിയ പ്രഭാഷണ വേദിക്ക് എത്രയോ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു സന്നദ്ധദാന സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ ഒരു സമയമാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അറിവിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് വിനയത്തിൻ്റെയും ഇഖ്ലാസിൻ്റെയും പ്രതീകമായി രൂക്ഷമായി ഇടപെടേണ്ടുന്ന സമയത്ത് മറ്റു ബന്ധങ്ങൾ മറന്ന് ആ ഒരു രൂക്ഷത മുഖത്ത് തെളിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ബഹുമാനനായ ബാപ്പ ഉസ്താദിൻ്റെ ഖബർ ജീവിതം അള്ളാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്തയിൽ ഏറ്റവും അധികം എനിക്ക് ബന്ധമുണ്ടായിരുന്ന ഒരു ഉസ്താദാണ് ബാപ്പ ഉസ്താദ്. സാധാരണ കുമരമ്പത്തൂർ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോഴും, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോഴും, സൈനുൽ ഉലമയെ കുറിച്ച് പറയുമ്പോഴും, ബാക്കിയുള്ള മഹാരഥന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാൻ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അവരുമായി വളരെ അകലം പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം വലിയ വലിയ മഹത്തുക്കളാണ്, തിരക്കുള്ളവരാണ്. അതുകൊണ്ട് അവർക്കിടയിലേക്കൊരു ശല്യമായി ചെല്ലാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഈ സമസ്തയുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദാണ്. വീട്ടിൽ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. സത്യത്തിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ടവരങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല. അത് എനിക്കെന്നല്ല, സമസ്തയുടെ ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. കാരണം അതൊരു നെടും തൂണാണ്. ഇറങ്ങിപ്പോകേണ്ടവനെ ഇറങ്ങിപ്പോടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ കമ്മിറ്റികളിൽ ശക്തമായി കാണിക്കാനുള്ള ഒരു തൻ്റെ ഇടം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. കയറി വരാൻ പറയുന്നവനെ കയറി വാടാ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തടയില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നെഞ്ചുറപ്പ് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും ആളുകൾ ദുആയിരുന്നു, തങ്ങന്മാരും സയ്യിദന്മാരൊക്കെ ദുആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പാണക്കാട് ഹൈദരലി തങ്ങളെ മജ്ലിസുൻ നൂറിൻ്റെ ഒരു ഇജാസത്ത് വാങ്ങുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട സമസ്തയുടെ നായകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ബാപ്പു ഉസ്താദിൻ്റെ വിഷയത്തിലൊരു വലിയ ചർച്ച അവിടെ നടത്തുകയും ഡോക്ടർമാരെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന കാര്യമൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ പൈസ കൊണ്ടാണെങ്കിലും പ്രാർത്ഥന കൊണ്ടാണെങ്കിലും ശ്രമിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ശ്രമിച്ചതിന് ശേഷം അള്ളാഹു അവൻ്റെ തീരുമാനം പ്രകടമാക്കിയതാണ്. ഏതായാലും അൽഹംദുലില്ലാ, ഒന്നിന് മറ്റൊരാൾ പകരമാവില്ല എങ്കിൽ പോലും അത് കണ്ണിയത്ത് പോയപ്പോഴും, ഷംസുൽ ഉലമ പോയപ്പോഴും, സൈനുൽ ഉലമ പോയപ്പോഴും, കോയക്കുട്ടി ഉസ്താദ് പോയപ്പോഴും, കൂനമ്പത്തൂർ ഉസ്താദ് പോയപ്പോഴും, കാളമ്പാടി പോയപ്പോഴും, പാറന്നൂർ പോയപ്പോഴും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ഒന്നിന് ഒന്ന് പകരമാവില്ല. പക്ഷേ ഉള്ളവരെ അല്ലാഹു തആല വലുതാക്കും. അത്രയാണ് പടച്ചോൻ ചെയ്യുന്നത്. ഇതുവരെ സമസ്തയ്ക്കുണ്ടായ ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും ആനന്ദവും ഒക്കെ അതാണ്. ഉള്ളവരെ അല്ലാഹു തആല ഒന്നുകൂടി വിശാലമാക്കി ബറക്കത്താക്കി കൊണ്ടുവരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവരുടെ ഖബറിൻ്റെ ആദ്യ രാത്രിയാണ് ഇന്ന്. അവിടുത്തെ പൊരുത്തവും പ്രാർത്ഥനയും കൊണ്ട് 10,000-കണക്കിന് മുത്തഅല്ലിമീങ്ങൾ അവിടത്തേക്കുണ്ട്, ദുആരക്കുന്നുണ്ട്. അല്ലാഹു അവിടുത്തെ ഖബർ ജീവിതം ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രഭയിലും പ്രകാശത്തിലുമാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എണ്ണിയാലൊടുങ്ങാത്ത മയ്യത്ത് നിസ്കാരവും അദ്കാറുകളും ദുആയും പ്രാർത്ഥനയും ഒക്കെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ കിട്ടുക? നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ ഒന്ന് ഇവിടെ നിന്ന് ഫോണിലൂടെ അങ്ങോട്ട് പറയാം, അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും, അതോടുകൂടി നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ? ഇത്രയും ദുആയും ഇത്രയും പൊരുത്തവും ഇത്രയും പ്രാർത്ഥനകളുമൊക്കെ ആർക്കാണ് അള്ളാഹു കൊടുക്കുക? ഈ മേഖലയിലെ ഒരു ബറക്കത്തായിട്ടാണ്
അത് അള്ളാഹു മനുഷ്യരുടെ കണ്ണിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ കാണുക മനുഷ്യരെ, മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ജനസഞ്ചയത്തെ കൊണ്ടുവന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ കാണുക, ഈ മേഖലയുടെ പളുങ്കി വിധാനിച്ച പരിശുദ്ധ വഴിയിലെ ബറക്കത്താണിത്, അത് നിങ്ങൾ അറിയുക എന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് ഇതിലൂടെ കരുണക്കടലായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. അള്ളാഹു അത് പൂർണ്ണമായും തന്ന് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രം ഏറെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയം. പരിശുദ്ധ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ തനതായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ പ്രവാചകന്റെ സമക്ഷം വ്യക്തമായി അവതരിപ്പിക്കുന്ന ബറക്കത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട മുഹൂർത്തം. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആകെ അത്ഭുതപ്പെടുകയാണ്. ഈ മുഹമ്മദിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെയും ചെല്ലാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ മനസ്സിനെ മയക്കുന്ന മാസ്മരികമായ വർത്തമാനം കൊണ്ടും ഖുർആൻ കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രകമ്പനം കൊണ്ടും ആ മുഹമ്മദ് മക്ക മണ്ണിനെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാകെ തകർന്നു പോകുമെന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സമയം. അവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു തീരുമാനമെടുത്തു. ആരെവിടെ ഖുർആൻ പാരായണം നടത്തുന്നുവോ അവരെ ഉപദ്രവിക്കുക, അവരെ അടിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെയും പാരായണം ചെയ്യാൻ അനുമതി കൊടുക്കരുത് എന്ന ശക്തമായ ഒരു നിലപാടെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇന്ന് ആ കാണുന്ന ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് പോയിട്ട് ഖുർആൻ ഓതുന്നത്? അത്ര ധൈര്യമുള്ള, അത്ര തൻധേണമുള്ള, അത്ര ചങ്കൂറ്റമുള്ള, അത്ര ചങ്കുറപ്പുള്ള മനുഷ്യനാരാണ്? ബലഹീനനായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു. അന യാ റസൂലല്ലാഹ്, ഞാൻ പോയി പാരായണം ചെയ്യാം. സഹാബികൾ പറഞ്ഞ, അബൂബക്കറെ, അവരുടെ ഒരു ഉപദ്രവത്തിന് മുന്നിൽ നീ അശുവായി പോകും, നീ നശിച്ചു പോകും. അതുകൊണ്ട് ആരോഗ്യമുള്ള ആരെങ്കിലും പറഞ്ഞു വിടുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തത് ഞാനാണ്, അതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിലേക്ക് ഞാൻ തന്നെ പോയി പാരായണം ചെയ്യുമെന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ വട്ടം കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. സാധുവായ ബലഹീനനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലത്തു വീണു. ഇസ്ലാമിന്റെ ശത്രുക്കൾ ചവിട്ടി, കമ്പികൾ കൊണ്ട് കുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ രക്തം പൊട്ടി ഒഴുകി ബോധം നഷ്ടപ്പെട്ടു. ഇസ്ലാമിന്റെ ശത്രുക്കൾ അവിടെ നോടി. സ്വഹാബികൾ വന്ന് മഹാനായ ബോധം നഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്തു, പ്രവാചകരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്നോട് സ്നേഹം കാണിച്ച, ഖുർആനിനോട് ഇഷ്ടം കാണിച്ച, അല്ലാഹുവിനോട് അദമ്യമായ താല്പര്യം കാണിച്ച എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിന് ഈ ഒരു അവസ്ഥ വന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് കുടഞ്ഞു. മുഖത്ത് കുടഞ്ഞ് കണ്ണു തുറന്ന ഉടനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കണ്ണു തുറന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നബിയേ, എന്നെ എന്തിനാണ് അവിടുന്ന് എടുത്തുകൊണ്ടുവന്നത്? റസൂലേ, എന്നെ എന്തിനാണ് അവിടുന്ന് എടുത്തുകൊണ്ടുവന്നത്? നബിയേ, ഞാൻ അവിടെ കിടന്ന് മരിക്കാൻ കൊതിച്ചവനാണ്. ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് മരിക്കാൻ കൊതിച്ചവനാണ് ഞാനെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഖുർആനാണ് ആ തുവക്കുന്നിലെ പെങ്ങളെ നിന്റെ വീട്ടിലിരിക്കുന്നത്. ആ ഖുർആനാണ് തുവക്കുന്നിലെ യമാനയിലെ 17 മക്കള് ഒരു ഹർഫ് വിടാതെ മനപ്പാടമാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഖുർആനാണ് എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ അകത്ത് തൊടാൻ ആളില്ലാതെ
പാരായണം ചെയ്യാൻ സമയമില്ലാതെ അടുക്കി വെച്ചിരിക്കുന്നതാ വിശുദ്ധ ഖുർആനാണെന്ന് മറന്നുപോവല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഖുർആൻ ഓതിയിട്ട് മരിക്കാൻ കൊതിച്ചവനാണ്. ആ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില്, ആ ഖുർആനെ ഇഷ്ടപ്പെട്ടതിന്റെ പേരില്, ആ ഖുർആന് വേണ്ടിയിട്ട് സമരം ചെയ്തതിന്റെ പേരില് ഏൽക്കുന്ന ബുദ്ധിമുട്ടുകൾ വാങ്ങാ ഞാൻ തയ്യാറാണ് നബിയേ ഇന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇന്നത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഖുർആൻ നമുക്ക് തരുന്ന രക്ഷകളും ആ ഖുർആൻ നമുക്ക് തരുന്ന ശിക്ഷകളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ. കാരണം എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പൊരുത്തമുള്ള, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഗുരുത്വമുള്ള, ബഹുമാനപ്പെട്ട മഹാന്മാരായ അത്തിപ്പറ്റ ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലമായി സ്ഥിതി ചെയ്യുന്ന തുവക്കുന്നല യമാനിയ, ആ യമാനിയ സ്ഥാപനത്തെ ഇവിടം വരെ എത്തിച്ച പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയുക. ആ സ്ഥാപനം നിങ്ങൾക്ക് തരുന്ന രക്ഷകളെ നിങ്ങൾ അറിയുക. അവിടുത്തെ മക്കൾ നിങ്ങൾക്ക് തരുന്ന ആഫിയത്തിനെ നിങ്ങൾ തിരിച്ചറിയുക. അവിടെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ ആയത്ത് ഈ പ്രദേശത്ത് തരുന്ന ഏറ്റവും വലിയ ആത്മീയമായ പ്രസരിപ്പിനെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നിങ്ങളാണ് അവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, നിങ്ങളാണ് അവരെ പട്ടിണി മാറ്റുന്നത്, നിങ്ങളാണ് അവരെ ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ രക്ഷപ്പെടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ നമുക്ക് തരുന്ന ഒന്നാമത്തെ പദവി എന്താണെന്നറിയോ? ഖൈറുകും, നിങ്ങളിൽ ഏറ്റവും വലിയ ഉത്തമൻ, ഉന്നതൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. ഈ ഗ്രൗണ്ട് തിരിച്ചിട്ട് എന്തുകൊണ്ട് അവരെ ഇങ്ങനത്തെ കസേരയിൽ ഇരുത്തി? അവർക്ക് പോലും അറിയില്ല ഞങ്ങളിവിടെ പഠിക്കുന്ന മക്കളായതുകൊണ്ട് ഞങ്ങൾ ഇരുത്തിയതാണെന്ന് അവർ കരുതും. എന്തിനവരെ എങ്ങനെ വേർതിരിച്ചിരുത്തി? നിങ്ങളെക്കാൾ ഉന്നതർ അവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും, നിങ്ങൾ തുവക്കുന്നിലെ ആരാണെങ്കിലും, അള്ളാഹുവിന്റെ ഖുർആൻ മനപ്പാഠമാക്കിയ ഈ മക്കളാണ് ഇവിടുത്തെ ഉന്നതർ. ഇത് പറഞ്ഞത് ഞാനോ ദാരിമിയോ ഇവിടുത്തെ ഉസ്താദുമാരോ അല്ല, ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്ത റസൂലാണ് അത് പഠിപ്പിച്ചത്, ആ മുത്ത ഹബീബാണത് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഏറ്റവും വലിയ ഒരു ഉന്നതൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരു ഉന്നതൻ, അങ്ങനെ ഒരു ഉന്നതൻ നമ്മുടെ കുടുംബത്തിൽ വേണമെന്ന് നിങ്ങൾ കൊതിക്കുന്നില്ല പെങ്ങളെ? എത്ര വലിയ സ്ഥാനമുണ്ടാകും അല്ലേ? ഇന്ന് ബാപ്പു ഉസ്താദിന്റെ മയ്യത്തിന്റെ ചാരത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു. ഓരോ യാസീൻ കഴിയുമ്പോൾ ഓരോ മയ്യത്ത് നിസ്കാരവും ദുആയും. ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ യാത്ര ചെയ്യാൻ മടിയുള്ള മനുഷ്യനാണ്. എന്ത് പ്രോഗ്രാമിന് വിളിച്ചാലും വരില്ല. ഈ പരിസരത്തെ ചെറിയ ചെറിയ ആണ്ട് നേർച്ചകൾക്ക് പോയി ഞാൻ ദുആരക്കും ബാക്കി ഞാൻ അങ്ങ് ദൂരെ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞ ആള് ഇന്ന് ബാപ്പു ഉസ്താദിന്റെ മയ്യത്തിന്റെ അടികെ വന്ന് നിന്നു. എന്തൊരു ദുആയും എന്തൊരു നിസ്കാരവും എന്തൊരു ഭക്തിയുമായിരുന്നു ആ സദസ്സിന്. ഇവരൊക്കെ എന്തുകൊണ്ട് ഉന്നതരായി എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആനെ ആ മനസ്സിന്റെ അകത്ത് പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ്. ഇത് പഠിപ്പിച്ചത് റസൂലാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഉന്നതരെയല്ലേ ആവശ്യം? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. 2 വർഷത്തേക്ക് നമ്മുടെ മക്കൾ പോയി ഒന്ന് ഹിഫ്ള് പഠിക്കട്ടെ, അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും മേഖലകളിൽ വിടാം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും പലരും. പക്ഷേ യഥാർത്ഥ ഒരു ഹാഫിളായി നമ്മളെ കുട്ടി മാറിയാൽ ആ കുട്ടി അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ഖുർആനിന്റെ പ്രഭാഷണ വേദികളിലെ താരമായി മാറും, ഒരു സംശയവുമില്ല. നിങ്ങളിൽ ഏതോ ഒരു ഉമ്മയും ഏതോ ഒരു വാപ്പയുടെയും കുടുംബത്തിലെ ഉന്നതനാണ് ഇന്നിവിടെ ഖിറാഅത്ത് നടത്തിയത്. എത്ര ഭാഗ്യമാണ് ആ മാതാപിതാക്കൾക്ക്. ഒരു ഉമ്മ വേദനയോടുകൂടി പ്രസവിച്ച ഒരു പൊന്നുമോൻ ഈ വലിയ സദസ്സിന് ഖിറാഅത്ത് നടത്തുന്നു. അങ്ങനെ ഒരു മോനെ എൻ്റെ മോനായിരുന്നെങ്കിലെന്ന് കൊതിക്കാൻ എൻ്റെ യമാനിയുടെ തുവക്കുന്നിൻ്റെ പരിസരത്ത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഉന്നതർ എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ ഭൗതികതയുടെ സോപാനങ്ങളിലേക്ക് കറങ്ങിപ്പോകുന്നവരെയാണ്. ഉന്നതർ എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ അധികാരി വർഗത്തിൽപ്പെട്ടവരെയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക ലോകത്ത് കള്ളവും കൊലപാതകവും പിടിച്ചുപറിയും മാനഭംഗവും നടത്തുന്നത് വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉന്നതർ തന്നെയാണ്.
ക്യാമ്പസിന്റെ അകത്ത് 14, 17, 18 വയസ്സായ പെമ്മക്കളെ വലിച്ചു കീറുന്നവര് വിദ്യാഭ്യാസം കുറഞ്ഞതുകൊണ്ടല്ല, പാവപ്പെട്ട രോഗികളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിടിച്ചു വാങ്ങിയിട്ട് മോശമായ രീതിയിലൂടെ രോഗികളോട് ഇടപെടുന്ന ചികിത്സകരുണ്ടല്ലോ, അവർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ടല്ല. ദുനിയാവിലെ ഉന്നതരെന്ന് നിങ്ങൾ പറയുന്നവരാണവരല്ല, ദുനിയാവിലെ ഉന്നതരാണെന്ന് നിങ്ങൾ പറയുന്നവരാണവരല്ല. എന്നാൽ ഞാനും നിങ്ങളും ഉന്നതരാക്കേണ്ടത് ആരെയാണ്? മഹാന്മാരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആ ഉന്നതരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല, സോപാനങ്ങൾ ഉണ്ടാവില്ല, ആഘോഷങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അവർ ഏറ്റവും വലിയ ഉന്നതരാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ അത് പഠിച്ചവർ മാത്രമല്ല, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഉന്നതരാണ്. അവരെ പഠിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഉസ്താദുമാര് മാത്രമല്ല, ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയിട്ട് നേരെ യമാനയിലേക്ക് വരികയാണ്. ഉസ്താദേ, സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷമായ ബുദ്ധിമുട്ടുകൾ, സൂര്യതാപമേറ്റ് പൊട്ടിക്കറിയുന്ന പ്രവാസികളായ ഞങ്ങളുടെ മനോമുഖരത്തിൽ വല്ലാത്ത സങ്കടം തീർത്തെങ്കിൽ ഞങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ഞങ്ങൾ മാറ്റിവെച്ചു ഞങ്ങളുടെ നാട്ടില് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നപാട് യമാനയിലേക്ക് വന്ന് സ്വതക്ക ഏൽപ്പിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുന്നവരെ നിങ്ങളും പഠിപ്പിക്കുന്നവരിൽ പെട്ടവരാണ്. ഉസ്താദുമാര് പഠിപ്പിക്കുമ്പോ അവർക്ക് ഭക്ഷണവും ശമ്പളവും വേണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള പ്രവാസികളും പണിയെടുക്കുന്നവരും കഷ്ടപ്പെടുന്നവരും സഹായിക്കണ്ടേ? അതുകൊണ്ട് പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുമുണ്ട് മുസ്ലിമേ. എന്റെ ഉമ്മ ഇവിടെ ദാരിമി പറഞ്ഞത് 60ഓളം പവൻ സ്വർണ്ണാഭരണമാണ് നമ്മുടെ സ്ഥാപനത്തിന് കൊടുത്തതെന്നാണ്. അല്ലാഹുവേ, ഈ പഠിപ്പിക്കുന്നവരുടെ ഉന്നതരെന്ന റസൂലുള്ള പറഞ്ഞവരുടെ കൂട്ടത്തില് ആരോരുമില്ലാത്ത ഈ പ്രിയപ്പെട്ട ഉമ്മമാര്, ആ പെങ്ങന്മാര് കൂടി നീ ചേർക്കണേ അല്ലാ. ഏറ്റവും വലിയ ഉന്നതരാണ്, ഏറ്റവും വലിയ ഉന്നത സ്ഥാനമാണ് ഖുർആൻ പഠിക്കുന്നവർക്ക് പഠിപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത്. മാത്രമല്ല ആ ഖുർആൻ നമുക്ക് തരുന്ന രക്ഷയുടെ രണ്ടാമത്തെ ഭാഗം എന്തെന്നറിയണ്ടേ? ആ ഖുർആൻ നമുക്ക് തരുന്ന രക്ഷയുടെ സുരക്ഷിതയുടെ രണ്ടാമത്തെ ഭാഗം എന്തെന്നറിയണ്ടേ? മജ്തമാ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു ഭവനത്തിന്റെ അകത്തിരുന്ന് ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ യത്ലൂന കിതാബല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ, പടച്ചവൻ ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ ഒരു പള്ളിയിൽ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അവർക്കതിനെ കുറിച്ച് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു കൊടുത്താൽ, യമാനിൽ നടക്കുന്നത് അതാണ്. നിങ്ങളുടെ മക്കൾ ഇവിടെ വരുമ്പോ ഉസ്താദുമാര് ഖുർആൻ ഓതി അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ച് പ്രചരണം നടത്തിയാൽ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ അതെല്ലാം ആ പഠനത്തിൽപ്പെട്ടതാണല്ലോ. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രക്ഷയെ കുറിച്ച് പറയുന്നില്ല. നസലത്ത് അലൈഹിമുസ് സകീന, ഇല്ല നസലത്ത് അലൈഹിമുസ് സകീന, നിങ്ങൾക്ക് അല്ലാഹു സമാധാനം തരും, മനസ്സിന് സമാധാനം കിട്ടും. അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്ത് പഠിച്ച് പ്രചരിപ്പിച്ച് അതിൻ്റെ പ്രചാരകരായി മാറിയാൽ നമുക്ക് അള്ളാഹു സമാധാനം തരും. ഇന്ന് കോടികളുള്ളവരും സമാധാനമില്ല. സഹോദരിമാർക്ക് മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. മരണ വീട്ടിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ടല്ലേ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുക. ഇല്ലെങ്കിൽ ബാപ്പു ഉസ്താദിന്റെ മുമ്പേ അവിടുത്തെ വിദ്യാർത്ഥികൾ നെഞ്ചുപൊട്ടി മരിക്കില്ലേ? ശംസുൽ ഉലമയുടെ മുമ്പേ, കണ്ണിയത്തിന്റെ മുമ്പേ ഇനി ഞങ്ങൾക്ക് ജീവിതം വേണ്ടാന്ന് പറഞ്ഞു മരിക്കില്ലേ? മുത്തറസൂൽ ഇവിടെ പറഞ്ഞപ്പോ മദീനയിൽ നിന്ന് കെട്ടും കിഴിയൊക്കെ എടുത്ത് തോളത്ത് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ മുഅദ്ദീൻ റളിയല്ലാഹു തആല അൻഹു നടന്നു പോയില്ലേ? മണിമുത്ത് റസൂലിന്റെ വിയോഗത്തിൽ മനം നൊന്ത് അരിമപ്പൂ ബിലാലെന്ന് കരഞ്ഞു തേങ്ങി, ഉള്ള് പിടഞ്ഞു കൊൺമണൽ നിന്നു നടന്നു നീങ്ങി. കഴിയുന്നില്ല നബിയെ എനിക്ക് ഇവിടെ നിൽക്കാൻ. അല്ലാഹുവിന്റെ ഖുർആനില്ലായിരുന്നെങ്കിൽ
ബാപ്പുസ്താദിന്റെ മുമ്പ് ഞങ്ങൾ നെഞ്ചുപൊട്ടി വീഴുമായിരുന്നല്ലോ. ആ മുഖം കണ്ട് നമ്മുടെ മനസ്സൊന്ന് പിടയ്ക്കുമ്പോഴാണ് മൈക്കിലൂടെ ഖുർആൻ ഓതുന്നത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ വാക്യം മുഴങ്ങുമ്പോ, യാസീനിന്റെ ഭാഗം കേൾക്കുമ്പോ അറിയാതെ നമ്മുടെ മനസ്സ് സമാധാനം കൊള്ളുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തുവക്കുന്നിൽ വന്നവരെ, നാദാപുരത്തിന്റെ പരിസരത്ത് അസമാധാനത്തിന്റെ കനൽക്കട്ട വന്ന് വീഴാൻ പാടില്ല. അതിനാണ് യമാനിയ വളരേണ്ടത്, അതിനാണ് സമസ്ത വളരേണ്ടത്, അതിനാണ് സുന്നത്ത് ജമാഅത്ത് ശക്തമാകേണ്ടത്. ഈ പരിശുദ്ധ ഖുർആൻ ഓതി പ്രിയപ്പെട്ട മക്കൾ ദുആരക്കുമ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് ഈ നാദാപുരത്തിന്റെ ഈ തൂവക്കും നിന്റെ മണ്ണിലേക്ക് പറന്നു വീഴേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ രക്ഷ എന്തെന്നറിയോ? നിങ്ങൾ ഖുർആൻ പഠിച്ചാ, നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചാ, നിങ്ങൾ പാരായണം ചെയ്താ, നിങ്ങളുടെ മക്കളെ ഹാഫിളാക്കാൻ തീരുമാനിച്ച, അതല്ലെങ്കിൽ ഹിഫ്ളിന് പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, അവിടെ ചിലവിന് വേണ്ടിയിട്ട് സ്വർണ്ണാഭരണം കൊടുത്താൽ, അൽഹംദുലില്ലാഹ് ആ സ്ഥാപനം തളരാതെ പിളരാതെ യശസ്സോടെ അന്തസ്സോടെ വളർന്നു വരണമെന്ന് കൊതിച്ചിട്ട് അതിന്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച, നസലത്ത് അലൈഹിമുസ് സകീന, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്. അല്ലാഹു നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് സ്വസ്ഥത തരുന്നതാണ്. രണ്ടാമത്തതോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വസിയത്തുഹുർ റഹ്മാ, പടച്ചവൻ നിങ്ങളെ കാരുണ്യം കൊണ്ട് പൊതിയുന്നതാണ്. ഖുർആൻ ഓതിയാൽ, ഖുർആൻ ഓതാൻ പ്രേരിപ്പിച്ചാൽ, ആ ഖുർആനിന്റെ പ്രചരണ പാരായണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്തും ശരീരവും മനസ്സും കൊടുത്തുകൊണ്ട് നിങ്ങൾ സഹായിച്ച, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വസിയത്തുഹുർ റഹ്മാ, നിങ്ങളെ അല്ലാഹു കാരുണ്യം കൊണ്ട് പൊതിയുന്നതാണ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ജീവിക്കാൻ പറ്റോ? ഇന്ന് കല്ലുമ്മൽ ഹൈദരലി തങ്ങൾ വന്ന മദ്രസ ഉദ്ഘാടനം നടത്തുമ്പോ ആ വീട്ടിലേക്ക് ചെന്നൊരു ചായ കുടിച്ചിട്ടിറങ്ങാൻ നേരം ഫാത്തിമ നിസ എന്ന് പറയുന്ന പൊന്നുമോളെ കൊണ്ടുവന്ന് 6 വയസ്സാണ്. 6 വയസ്സുള്ള നിസ ഫാത്തിമ എന്ന പൊന്നുമോള് വാപ്പച്ചു കൊണ്ടുവരികയാണ്. എനിക്ക് പരിചയമുണ്ടാ പൊന്നുമോള്. അല്ലാഹുവേ, കുറെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം RCCയിലെ രോഗിയായിരുന്നു ആ മോള്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ആ വാപ്പ പറയുകയാണ് RCCയിൽ ഇനി മരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എറണാകുളത്തൊരു ഹോസ്പിറ്റൽ കാണിച്ച് അവരും പറഞ്ഞു ഇനി ഇതിനും മരുന്നില്ല, മരിക്കുന്നത് വരെ നിങ്ങളുടെ പൊന്നുമോള് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ലാഹുവേ, 6 വയസ്സുള്ള നിസാ ഫാത്തിമ എന്ത് തെറ്റാണ് പടച്ചവനോട് ചെയ്തത്? കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ഹറാമ് തിന്നിട്ടില്ല, ഹറാമ് പറഞ്ഞിട്ടില്ല. 6 വയസ്സല്ലേ ഉള്ളൂ, കാണാനടകുള്ള സുന്ദരി മോള്. അല്ലാഹുവേ, ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാതെ എന്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കിയപ്പോ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി, റബ്ബേ, ഇനി എത്ര കാലമായിരിക്കും പടച്ചവനെ ഈ പൊന്നുമോള് ഉമ്മച്ചിയെ കണ്ട് വാപ്പച്ചിയെ കണ്ട് ഇനി എത്ര കാലമായിരിക്കുമല്ലാ, ഇനി എത്ര കാലമായിരിക്കുമല്ലാ. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ പൊടിയടിക്കാതെ ഒരു തുണി വെച്ചുകൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് വാപ്പച്ചിയാ പൊന്നുമോളെ കൊണ്ടുപോകുമ്പോ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കുണ്ടോ? എന്റെ തുവക്കുന്നുകാരാ, എണ്ണിയാലൊടുങ്ങില്ല, പറഞ്ഞാ തീരില്ല. പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ പറഞ്ഞാ തീരില്ല. അല്ലാഹു പറയുന്നു, ഇനിയും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം തരാം, നിങ്ങൾക്ക് ആഫിയത്ത് തരാം, നിങ്ങളുടെ ബിസിനസ്സിൽ മെച്ചം തരാം, നിങ്ങൾക്ക് ബറക്കത്ത് തരാം, നിങ്ങൾക്ക് ഐശ്വര്യം തരാം. പക്ഷേ യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഓതണേ, ആ ഖുർആൻ നിങ്ങൾ പഠിക്കണേ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കണേ, അത് പഠിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കണേ, അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണേ. അല്ലാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലാണ് പഠിപ്പിച്ചത്, വഗശിയത്തുഹുർ റഹ്മാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ അനുഗ്രഹം കൊണ്ട് പൊതിയുന്നതാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് മതി, അങ്ങനെയാണ്. സമയമായോ? സമയമായോ?
യമാനി 10 മിനിറ്റ് ഉണ്ടോ? അപ്പോ മഹാനായ മുത്തറസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുന്നു, ഒന്ന് നിങ്ങളെ പടച്ചതമ്പുരാൻ ഏറ്റവും വലിയ ഉന്നതനാക്കുന്നതാണ്. തുവക്കുന്നിലെ ആരെക്കാളും വലിയ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കുന്നതാ. രണ്ടോ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്. മൂന്നാമത്തെ മുത്തറസൂല് പറയുന്നത് വസിയത്തുഹുമുർ റഹ്മാ, നിങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്ത് കൊണ്ട് പൊതിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമുക്ക് തുടരാം. പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ പരിസര വീടുകളിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഇൻഷാ അല്ലാഹ് വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം മനസ്സിലാക്കി നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടൻ ഞാൻ സ്റ്റേജിലേക്ക് വരും. കാരണം ഇൻഷാ അല്ലാഹ് പിന്നെ കല്ലുമ്പിൽ ഇന്ന് രാത്രി വഅദുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ സ്റ്റേജിലേക്ക് വന്ന് ബാക്കി പ്രഭാഷണം ആരംഭിക്കും. ആ സമയത്ത് നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് വേഗം തന്നെ നിസ്കാരം കഴിഞ്ഞാൽ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് വന്നിരുന്ന് ഈ വിഷയത്തിൻ്റെ തുടർഭാഗം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരിമാർക്ക് അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ആ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് റഹ്മാൻ ഒരു ദിവസം നിങ്ങൾ രാത്രിയിൽ പാരായണം ചെയ്താൽ നേരം പുലരുന്നത് വരെ 70,000 മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആരക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുത്ത് റസൂലാണ് പറഞ്ഞത്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോ, നിങ്ങൾ ഖുർആൻ പഠിക്കുമ്പോ, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഹഫ്ഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിങ്ങളെ പൊതിയുന്നതാണ്. എന്തിനേറെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു ഭാഗമാണല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശാഫി മദ്ഹബ് പ്രകാരം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനായത്ത് തന്നെയാണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖുർആനിന്റെ ആയത്താണ്. ആയത്തിനുള്ള അത്ഭുതം നിങ്ങൾക്കറിയോ? നമ്മുടെ മക്കൾ പഠിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ 6666 ആയത്തുകളാണെങ്കിൽ ഒരു ബിസ്മിയുടെ ശ്രേഷ്ഠത മാത്രം നിങ്ങൾക്കറിയോ? ബഹുമാനപ്പെട്ട മഹാന്മാര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അത്ഭുതം പറയാമെന്നാ മനസ്സ് വെക്കുമോ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, അല്ലാഹുവേ പടച്ചവനെ അവിടുത്തെ ദറജ എത്തിക്കൊടുക്കണേ അല്ലാ, അവിടുത്തെ പദവി ഏറ്റിക്കൊടുക്കണേ അല്ലാ. ആ മഹാനുഭാവൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ കുറിച്ച് ചർച്ച നടത്താൻ തുടങ്ങിയാൽ, ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും അവസാനിക്കില്ല. ബിസ്മിയുടെ ബായിന്റെ അലിഫ് മുതൽ പുള്ളി മുതൽ തുടങ്ങിയാൽ അത്ഭുതങ്ങളുടെ ആവാസ്യമായ അറിവിന്റെ മേഖലകളിലേക്ക് ആ ബഹുമാനപ്പെട്ടവരെ നമ്മളെ കൊണ്ടുപോകുമെങ്കിൽ ബിസ്മി ഒരു അത്ഭുതം തന്നെയാണ്. ബിസ്മി ഒരു മഹാത്ഭുതം തന്നെയാണ്. അല്ലാഹുവേ, സുഖമില്ലാത്ത ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ പൈശാചികമായ ബാധ മാറ്റാൻ 13 പ്രാവശ്യം നിങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നോദിയിട്ടൊരു കുഞ്ഞിന്റെ തലയിൽ മന്ത്രിച്ചു കൊടുത്താൽ ആ കുഞ്ഞിന്റെ ശൈത്താനിയത്തിന്റെ ചെറുമാറുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു പനി, ഞെട്ടൽ ഇതൊക്കെ വന്ന് രാത്രി പയന്ന് വിറച്ചൊക്കെ ഇരുന്നാൽ 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതി കൊടുത്താൽ മതി. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന യമാനിമാർ അല്ലെങ്കിൽ ഇവിടെയുള്ള ഉസ്താദുമാർ വിചാരിക്കും ഇയാൾ വാത് പറയാൻ വിളിച്ച് ആകെ വെള്ളമോതി നൂലോതി നമുക്ക് കിട്ടുന്ന കാശ് കൂടി ഇയാൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്നല്ല. അത് നിങ്ങളെ പഠിപ്പിച്ചു തരില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞിന് പെട്ടെന്നൊരു തലവേദന വന്നു, അല്ലെങ്കിൽ കുഞ്ഞ് രാത്രിയിൽ കിടന്ന് പേടിക്കുന്നു, ഞെട്ടി ഉണരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതി ആ കുഞ്ഞിൻ്റെ തലയിൽ മന്ത്രിച്ചു കൊടുക്കാം. ഈ മന്ത്രത്തിന് ശക്തി കൂടുന്നത് നമ്മുടെ ഇബാദത്തിൻ്റെ ശക്തിക്കനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാർ, ഇപ്പം മാണിയൂർ ഉസ്താദൊക്കെ കാസർഗോഡ് നിന്നൊക്കെ 2000-3000 ആളൊക്കെയാണ് ഒരു ദിവസം കാണാൻ വേണ്ടി ഉസ്താദിനെ പോയി കാത്തിരിക്കുന്നത്. എന്തുകൊണ്ട്? കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ 2000-3000 ആൾ ഒരു ദിവസം കാണാൻ പോയി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന് എത്ര തക്കവയും സൂക്ഷ്മതയും കൂടുന്നുവോ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഊതലിനും അദ്ദേഹത്തിൻ്റെ ഓതലിനും ശക്തിയും പ്രതിഫലവും കൂടും. ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം വർദ്ധിക്കും. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ എന്താണ് ഞറക്കെഴുതി തരേണ്ടത്, എന്താണ് എഴുതുന്നത് അവിടെ ഇരുന്നിട്ട്? അല്ലാഹു അഅലം. പേന ഇങ്ങോട്ട് എടുക്കും, എന്താ അസുഖം പറയും, ഒരു തുണ്ട് പേപ്പർ എടുക്കും,
ഇൻഷാ അല്ലാഹ് ഇത് പോക്കറ്റ് കിട്ടും എല്ലാം മാറുമെന്ന് പറയാം. അത് ലോകത്ത് ആ മനുഷ്യൻ തലയും കുത്തി നിന്നാലും ചിലപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഒരു ബറക്കത്താണ്, അതൊരു ബറക്കത്താണ്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഒരു 4 മണിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എവിടേക്കോ പോയി എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചതാ ഇപ്പോൾ കല്ലുമ്മൽ വന്ന് ഇനിയിപ്പോൾ ഈ സദസ്സിലേക്ക് വരാണ്. എന്തിനാ? നിങ്ങളെ കാണാനും അദ്ദേഹത്തെ പോലെ മഹാന്മാർ ഇഷ്ടപ്പെടുന്ന യമാനി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുറ്റത്ത് വന്ന് ഇന്ന് വരെ നിങ്ങൾ ഇവിടെ ചെയ്ത സ്വതക്കകൾക്ക് അള്ളാഹുവിന്റെ കബൂലിയത്ത് ഉണ്ടാകാൻ വേണ്ടി കരമുയർത്തി ദുആ ചെയ്യാനും സന്തോഷത്തോടെ ക്ഷീണം മറന്ന് ഇവിടെ വരികയാണ്. അപ്പോ അള്ളാഹുവിന്റെ ഖുർആനിന്റെ എല്ലാ ആയത്തുകളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുപോലും അത്ഭുതമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നറിയോ? അറിയോടെ ആഫിളീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നറിയോ? അറിയോ? അല്ലെങ്കിൽ തന്നെ പഠിക്കാൻ വയ്യ. ഉസ്താദന്മാരെ ഉസ്താദന്മാർ എത്ര അടി തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ സന്ധി നോക്കിയാൽ എണ്ണി പറഞ്ഞു തരുമെന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് അവർ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങളത് മനപ്പാടാക്കൂല, നിങ്ങളെ അക്ഷരം എണ്ണിക്കൊണ്ടിരിക്കും പിന്നെ എല്ലാ ആയത്തിൻ്റെയും. അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത്. അത് കുറച്ച് കഴിഞ്ഞ് ശരീഅത്ത് പഠനമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ തുടങ്ങും. ഇവിടെ അൽഹംദുലില്ലാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എത്ര ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞു? 10 ഏക്കർ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം യമാനി ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ 10 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. കുലൂ തക്ബീർ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആലോചിച്ച് നോക്കി, 10 ഏക്കർ എന്ന് പറഞ്ഞാലേ ഒരു തുണ്ട് ഭൂമിക്ക് കൂടപ്പുറപ്പിന്റെ കഴുത്തറുക്കുന്ന കാലാണ്. ഈ സാഹചര്യത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അഭാവം നല്ലതുപോലെയുണ്ട് എന്ന് മനസ്സിലാക്കിയ അവസ്ഥയിലാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ അൽഹംദുലില്ലാ ഇത് ചെയ്തത്. ശരിയല്ലേ? നമ്മുടെ നാട്ടിലെ പെൺമക്കൾ ഒരു ദിവസം എത്ര കോളാണ് എൻ്റെ മൊബൈലിലേക്ക് വരിക? സാറേ 9 വയസ്സുള്ള മോള്, 10 വയസ്സുള്ള മോൾ, എവിടെയെങ്കിലും നല്ലൊരു സ്ഥാപനം പറഞ്ഞതാ. ഞങ്ങൾ വാഫിയ സ്ഥാപനത്തിന് കൊണ്ടുവന്നാക്കാൻ അവരെ കഴിയില്ല, കാരണം അവർക്ക് അഡ്മിഷൻ കിട്ടില്ല. വളരെ സ്റ്റാൻഡേർഡോടുകൂടി ഇന്റർവ്യൂ നടത്തി അവിടെ പാസ്സായെങ്കിൽ 1000 മക്കൾ അപേക്ഷ കൊടുത്താൽ 100 പേർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നത് വഫിയ സ്ഥാപനത്തിലൊക്കെ. സമസ്തയുടെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഏത് മക്കളെയും കൊണ്ടുപോകാൻ ഞങ്ങളിങ്ങനെ സ്ഥാപനം കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുന്നതല്ല. അവിടെ പോയി കഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് യമാനിയ തുടങ്ങട്ടെ, നല്ലൊരു സ്ഥാപനം. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ 19 അക്ഷരങ്ങളാണുള്ളത്. 19 അക്ഷരങ്ങളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നരകത്തെ കാക്കുന്നത് ഒരു മലക്കാണ്, പക്ഷേ ആ നരകത്തിന്റെ ചുറ്റുവട്ടത്ത് അല്ലാഹു നിർത്തിയിരിക്കുന്നത് 19 മലക്കിനെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അലൈഹാ 19 മലക്കുകളെയാണ് ആ നരകത്തിന്റെ ചുറ്റുവട്ടത്ത് നാം നിർത്തിയിരിക്കുന്നത്. 19 മലക്കുകളെയാണ് ആ നരകത്തിന്റെ ചുറ്റുവട്ടത്ത് നാം നിർത്തിയിരിക്കുന്നത്. നരകത്തിന്റെ അകത്ത് നിസ്കരിക്കാറ്, തലമറക്കാറ്, വസ്ത്രം ധരിക്കാറ്, വ്യഭിചരിച്ച് കല്ലുകുടിച്ചു പലിശ വാങ്ങി ആലിമീങ്ങളെ ആരിഫീങ്ങളെ ഉലിയാക്കളെ ചവിട്ടി തേച്ച് പുച്ഛിച്ച് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് നടക്കുന്ന ധിക്കാരികളെ കപ്പിയെറിയുന്ന നരകമുണ്ടല്ലോ. എനിക്ക് ഖുർആൻ വേണ്ട, എനിക്ക് അറബി കോളേജ് വേണ്ട, എനിക്ക് ദീനീ കലാലയങ്ങൾ വേണ്ട, എനിക്ക് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ വീടും എന്റെ കൊട്ടാരവും എന്റെ ബിസിനസ്സും എന്റെ സാമ്പത്തിക സാമ്രാജ്യവും മാത്രം മതി എന്ന മനസ്സിൽ കരുതി ഉറപ്പിച്ച് ജീവിക്കുന്ന കാടപ്പം മരവിച്ചു പോലെ സുമനസ്സുകളെ വലിച്ചെറിഞ്ഞ് കപ്പിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ 4 ഭാഗത്ത് 19 മലക്കുകളെയാണ് അല്ലാഹു നിർത്തിയിരിക്കുന്നത്. എന്തിനെന്നറിയോ? ആ നരകത്തിന്റെ ചൂടേറ്റുകൊണ്ട് നിലവിളിച്ച് തെറിച്ചു വീഴുമ്പോ ആ മനുഷ്യരെ തിരിച്ചതിലേക്ക് എടുത്തിടാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞല്ലോ, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നരകമോചനത്തിന് വരെ കാരണമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെരുപ്പ് ധരിക്കുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വീട്ടിൽ കിടക്കുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഭക്ഷണം കഴിക്കുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തല ചീകുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഖം മുറിക്കുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്ത്രം ധരിക്കുമ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ ഓതുമ്പോ, പഠിക്കുമ്പോ, ഉറങ്ങാൻ കിടക്കുമ്പോ, അല്ലാഹുവേ
ഒലുവെടുക്കുമ്പോ കുളിക്കുമ്പോ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തുടങ്ങുന്നവര് നരകത്തിന് പേടിയാണ്. ആ ബിസ്മിയുടെ ഓരോ അക്ഷരങ്ങളും ആ നരകത്തിന്റെ ചുറ്റുവട്ടത്ത് അല്ലാഹു നിർത്തിയിരിക്കുന്ന ഓരോ മലക്കുകളിൽ നിന്നും നിങ്ങൾക്ക് കാവൽ തരുന്നതാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ ആ ബിസ്മി മുതൽ അവിടെ അങ്ങോട്ട് തുടങ്ങുന്ന ആയത്തുകളുടെ അത്ഭുതം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരു ബിസ്മിക്ക് എത്ര മഹത്വമാണെങ്കിൽ, ഒരു ബിസ്മിക്ക് എത്ര അത്ഭുതമാണെങ്കിൽ ഇവിടത്തെ ഹാഫിദ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നാർ അനുജൻ, ഒരേ ഒരു അനുജനേ ഉള്ളൂ, നിസാമുദ്ദീൻ എന്ന പേരുള്ള പ്രിയപ്പെട്ടവനാ. 17ാമത്തെ വയസ്സിൽ യമാനയിലേക്ക് വന്ന് 6 മാസം കൊണ്ട് ആദിലായി പോയ പൊന്നമോനാ. അല്ലാഹുവേ, ഇന്നിവിടെ സനത് കൊടുക്കുമ്പോ വാങ്ങാനാ നിസാമുദ്ദീൻ ഇവിടെയില്ല. ഹോസ്പിറ്റലിന്റെ അകത്ത് മാരക രോഗത്തിന്റെ അണുക്കളാ ശരീരത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോ വേദന സഹിക്കാതെ കിടക്കുകയാണ്. അല്ലാഹുവേ, എന്തിനാണ് ഞങ്ങളെ അങ്ങ് പരീക്ഷിക്കുന്നതെന്നറിയില്ല, എന്തിനാണ് ഞങ്ങളെ അങ്ങനെ പരീക്ഷിക്കുന്നതെന്നറിയില്ല. അല്ലാഹുവേ, ഏത് പ്രസംഗ സ്റ്റേജിലും പോയാലും ഇങ്ങനത്തെ കഥകളല്ലേ തമ്പുരാനെ കേൾക്കാറുള്ളൂ. എന്റെ പൊന്നുമോൻ മുസ്താഖ് അഹമ്മദ് ആഫിലാകണമെന്ന ആഗ്രഹത്തോട് ഇതിനേക്കാൾ ചെറിയ പ്രായത്തിലുള്ള പൊന്നുമോ ഖുർആൻ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മദ്രസയിലേക്ക് പോകുമ്പോഴാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അല്ലാഹുവേ, വാർത്തകൾ കേട്ട് കാത് തഴമ്പിച്ചു പോയല്ലാ. നിന്റെ ഖുർആനിന്റെ അത്ഭുതം മനസ്സുകൊണ്ട് സ്വീകരിച്ചു പോയ ആ പ്രിയപ്പെട്ട നിസാമുദ്ദീൻ എന്ന പൊന്നുമോന് വേദന മാറ്റി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കട്ടെ. അശ്ലീലതകളും അനിസ്ലാമികമായ പ്രവർത്തന മേഖലകളുമല്ല മനസ്സിന്റെ അകത്ത് നിറഞ്ഞ് കുഷ്ഠം പിടിക്കുന്നതിന് പകരം അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ ഖുർആൻ പഠിക്കട്ടെ. പഠിച്ചവനെ, ഞങ്ങളുടെ മക്കൾ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടട്ടെ. ഈ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ മറ്റൊരു അത്ഭുതമാണ് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുന്നത്. മലക്കുകൾ വന്ന് നമ്മളെ പൊതിയുന്നതാണ്. ആ മലക്കുകൾ വന്ന് നമ്മളെ പൊതിയുന്നതാണ്. ഈ ഖുർആൻ കൊണ്ട് ദുനിയാവിൽ കിട്ടുന്ന രക്ഷകളാണ് ഇതുവരെ പറഞ്ഞത്. യഥാർത്ഥ രക്ഷ കിട്ടേണ്ടത് പരലോകത്തല്ലേ? പഠിച്ചോ, പരലോകത്ത് കിട്ടുന്ന ഒന്നാമത്തെ രക്ഷ എന്താ? ഈ ലോകത്തിൽ നിന്ന് നമ്മളെല്ലാം മരണപ്പെടുമല്ലോ. മരണം ഉറപ്പല്ലേ? മരണം നമുക്കുറപ്പല്ലേ? നടന്നുകൊണ്ട് ഹോസ്പിറ്റലിന്റെ സ്റ്റെപ്പ് കടന്നുപോയ ബാപ്പു ഉസ്താദ്, അല്ലാഹുവേ, ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ട് തിരിച്ചെടുത്തു കൊണ്ടുവരേണ്ടി വന്നില്ലേ? വൽമൗതു അദ്നാ മിൻ ശിറാകി നഇലിഹി. ചെരുപ്പിന്റെ വാറ് മനുഷ്യന്റെ ശരീരത്തിനോട് അടുത്തിരിക്കുന്നതിനേക്കാൾ മരണം അവനോട് അടുത്തിരിക്കുന്നു എന്ന് പാടിയിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയുമായിരുന്നു. എന്തായാലും മരിക്കും, അസ്റായിലിനെ കണ്ടേ പറ്റൂ. നമ്മുടെ കണ്ണുകൾ കൊണ്ടിങ്ങനെ കാണും. നമ്മുടെ ജീവിതത്തിൽ ആ മരണത്തിന് മുഖാമുഖം കാണും. ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണെങ്കിൽ നാളെ. അതനുഭവിക്കാതെ ഈ ലോകത്തിനും വിട പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മരണമുറപ്പായ മനുഷ്യരോട് പറയട്ടെ, ഖുർആൻ മരണത്തിന് ശേഷം നമുക്ക് തരുന്ന ഒന്നാമത്തെ രക്ഷ എന്തെന്നറിയോ? ഖബറിന്റെ ഇരുട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആന്റെ ബറക്കത്തുകൊണ്ട് മാറ്റിത്തരും. അല്ലാഹുവേ, പഠിച്ചവനെ, ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇവിടെ 17 അല്ലെങ്കിൽ 35 40 മക്കളാണെങ്കിൽ ഇതുപോലെ എത്രയോ സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് മക്കളുണ്ട്. നമ്മളൊരു സ്ഥാപനം കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു സംഭാവന ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ ചായക്ക് ഇരിക്കട്ടെ, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ 40 കുട്ടികൾ ഒരു ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് ഇരിക്കട്ടെ, അൽഹംദുലില്ലാ. സന്തോഷമായിട്ട് ചെയ്ത് എന്തൊരു ബർക്കത്താവും. ഇപ്പം ഞാൻ പഠിച്ചത് പൊട്ടച്ചിറ അൻവരി അറബി കോളേജിലാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മാനു ഉസ്താദിൻ്റെ അവാർഡ് വാങ്ങിയ കാപ്പിൽ ഉമർ ഉസ്താദാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ. പൊട്ടച്ചിറ അൻവരി അറബി കോളേജ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അള്ളാഹു അവിടെ ദാരിദ്ര്യമാണ്. നമ്മുടെ പാലക്കാടൻ ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ അറബി കോളേജുകൾ സുലഭമായി ലഭിക്കുന്ന കുമ്പളങ്ങ കറിയാണ് കൂടുതൽ ഞാൻ അവിടെ കഴിച്ചത്. ഇവിടുത്തെ ക്യാൻറ്റീനിലുണ്ടോ കുമ്പളങ്ങ കറി? ഉണ്ടോ? അതുള്ളത് കൊണ്ടാണ് അറബി കോളേജൊക്കെ പിടിച്ചു നീക്കുന്നത് പലപ്പോഴും. കുമ്പളങ്ങി അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യേണ്ട സമയമാണിപ്പോൾ. അതുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അതിലിച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചാലും പെട്ടെന്ന് ആരും അറിയത്തൊന്നുമില്ല. അങ്ങനെ അള്ളാഹു അത് കഴിച്ച് ഞാൻ തളർന്നു.
ഇടയ്ക്ക് വല്ലപ്പോഴും മീൻകറി ഉണ്ടെങ്കിൽ മീനിൻ്റെ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ മാംസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കത് രാജാവിനെ പോലെ കഴിക്കാം, കാരണം എൻ്റെ വീട്ടിൽ മുള്ളും ഇല്ലായിരുന്നു ഞാനത് പോണ സമയത്ത്. അപ്പോൾ പിന്നെ ഇത് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. പക്ഷേ എങ്കിൽ പോലും ഇന്ന് ആ സ്ഥാപനത്തിനൊരു സ്റ്റാൻഡേർഡ് വന്നു. പണ്ട് സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ല, ഇന്ന് ആ സ്ഥാപനത്തിന് സഹായിക്കാൻ ആളുകളായി. ഞാൻ 4 വർഷം കൊണ്ട് അവിടെ വാതു പറയാണ്. ഞാൻ പഠിച്ച ആ സ്ഥാപനത്തിൽ അള്ളാഹു തന്ന വലിയ ഭാഗ്യമല്ലേ, അള്ളാഹു തന്ന മഹത്തായ ഒരു ഭാഗ്യമല്ലേ. ആ 4 വർഷം കൊണ്ട് അവിടെ അടക്കിയിരിക്കുന്ന മഹദിയുടെ ആണ്ടിന് അവിടെ വാതു പറയും. ഇപ്രാവശ്യം ഫെബ്രുവരി 4-5 തീയതികളിലാണ്. അവിടെ അത് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൻ്റെ ദുആ എനിക്ക് കിട്ടി, സൈനുൽ ഉലമയുടെ ദുആ എനിക്ക് കിട്ടി, ഈ മഹാന്മാരുമായ ഉസ്താദുമാരുടെ എല്ലാവരുടെയും ദുആ. കാരണം സന്നദ്ധദാന സമ്മേളനത്തിന് അവരാണ് വരിക. അവർ വരുമ്പോൾ എൻ്റെ പ്രസംഗം അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ ദ്വാരക്കും. എന്നിട്ട് അവിടെ സ്ഥാപനത്തിൽ പറഞ്ഞ് പൈസ വിരിച്ച് 2 കോടി രൂപയുടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ്റെ ബിൽഡിംഗ് അവിടെയായി. ഇതുപോലത്തെ കുഞ്ഞുമക്കൾ, പയറുമണികളെ പോലെ കുറേ കുഞ്ഞുമക്കൾ ഇന്ന് അവിടെ ഹിഫ്ദ് പഠിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോഴുണ്ടല്ലോ നമ്മുടെ സ്വന്തം സ്ഥാപനം പോലെ ഒരു രോമാഞ്ചമാണ്. കാരണം എന്താ, പാതിരാത്രി നിങ്ങളെപ്പോലെ വാല് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഈ സ്ഥാപനം കെട്ടണം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാക്കി അവർ കൊടുത്ത നാണയത്തുട്ടുകൾ ഒരു ചില്ലിക്കാശ് പാഴാക്കാതെ അൽഹംദുലില്ലാ മനോഹരമായ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ ഖുർആൻ ഓതുമ്പോ അതിന്റെ പ്രതിഫലം അല്ലാഹു ഈ പാവപ്പെട്ടവന്റെ പൊന്നുമോന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. യമാനിയാടെ മക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് ഉസ്താദേ ഇത്ര പ്രവർത്തനം പോരാ, ഇവരിവിടെ പ്രവർത്തിക്കട്ടെ, ശംസുലുലമയുടെ പൊരുത്തമുള്ളവർ വേണം ഇവിടെ പ്രവർത്തിക്കാനെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഈ വലിയ ജനാവലിക്കല്ലാ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഖബറിന്റെ അകത്തേക്ക് നമ്മുടെ മയ്യത്തിറക്കി വെക്കുമ്പോ ഇരുട്ടല്ലേ, ഒരു പലക നിരത്തി അടുത്ത പലക എടുത്തു വെച്ചു, അടുത്ത പലക വെച്ചു, തടി വെച്ചു. സഹോദരിമാരെ വെച്ച് അവസാനം ഒരു തടിക്കഷണം കൂടിയേ വെക്കാൻ സ്ഥലമുള്ളൂ. അതുകൂടി വെച്ചാൽ ഞാൻ കിടക്കുന്ന ഖബർ പിന്നെ ഇരുട്ടായി പോയി, സുബ്ഹാനല്ലാഹ്. ആ ഇരുട്ടറയിൽ നിന്റെ ഭർത്താവില്ല, നിന്റെ മക്കളില്ല, നിന്റെ കുടുംബമില്ല, നിന്റെ കൂട്ടുകാരില്ല, നിന്റെ സ്നേഹിതന്മാരുമില്ല, ആരോരുമില്ല റബ്ബേ, ആരോരുമില്ല. അവിടെയാണ് ഈ ഖുർആൻ നമുക്ക് പ്രകാശം തരുന്നത്. മാത്രമല്ല അവിടെ ഖബറിന്റെ അകത്ത് 2 മലക്കുകൾ വരുമെന്നറിയാം. അത് കെട്ടുകഥയല്ല. ആ മലക്കുകൾ വരുമെന്ന് ശംസുൽ ഉലമ പറഞ്ഞത് കെട്ടുകഥയല്ല, കണ്ണീർ പുസാറ് പറഞ്ഞത് കെട്ടുകഥയല്ല. സ്വഹീഹായ ഹദീസ് എടുത്തിട്ടവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് പേടിക്കേണ്ട ലോകമാണ് ഖബർ, പേടിക്കേണ്ട ലോകമാണ് ഖബർ, പേടിക്കേണ്ട ലോകമാണ് ഖബർ. അതുകൊണ്ടാണ് അധികാരി വർഗത്തിന്റെ ആസനം താങ്ങാ ആ മഹാനുഭാവന്മാര് കടന്നു ചെല്ലാത്തത്. ആ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പോലുള്ള മഹത്തുക്കൾ മുഴുവനും പറഞ്ഞില്ലേ പേടിക്കേണ്ട ലോകമാണ് ഖബർ. ആ ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ മൻ റബ്ബുക വമാ നബിയുക അങ്ങനെ ചോദിച്ചു തുടങ്ങുന്ന പ്രാർത്ഥനകൾക്ക്, ചോദിച്ചു തുടങ്ങുന്ന ചോദ്യങ്ങൾക്കിടയിൽ ഒരു മഹത്താര ചോദ്യം വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് വമാ ഇമാമുക, നിന്റെ ഇമാമാരാണെന്നൊരു ചോദ്യമുണ്ട്. എന്തു മറുപടിയാ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുക? നിന്റെ ഇമാമാരെന്ന് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു തരാൻ ആളുകളില്ല, അവിടെ പഠിപ്പിച്ചു തരാൻ ആളുകളില്ല. നീയും നിന്റെ നഗ്ന ശരീരവും 3 കഷ്ണം വെള്ളത്തുണിയുമാണ്. നിന്റെ നഗ്നമേനയും 3 കഷ്ണം വെള്ളത്തുണിയുമാണ്. അത് മാത്രമേ ഉള്ളൂ. അത് പൊതിഞ്ഞിട്ടതിന്റെ കെട്ടിടിച്ചിട്ട് അല്ലാഹുവേ മലക്കുകൾ ചോദിക്കുന്നു വമാ ഇമാമുക, നിന്റെ ഇമാമാരാണ്. അങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് വേണ്ടി ഖബറിന്റെ മുകളിൽ ഖുർആൻ ഓതാൻ ആളുണ്ടാവണം. നമ്മുടെ വീട്ടിൽ വാപ്പ പോയല്ല, ഉമ്മ പോയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാ മക്കളുണ്ടാവണം. ഇല്ലെങ്കിൽ ആ ഖുർആന് ഏറ്റവും വലിയ സ്നേഹത്തോടെ ആദരവോടെ നമ്മൾ കണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റൂ. വൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എന്റെ ഇമാമ്. അല്ലാഹുവേ ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ആ ഖബറിന്റെ ഇമാമാരെന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ നിയ്യത്തിലായിരിക്കട്ടെ ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ. എല്ലാ സഹോദരിമാരുടെ ഭാഗത്തും
സഹോദരങ്ങളുടെ ഭാഗത്തും കൊണ്ടുവരും. ഒരു സ്ഥാപനത്തിന് ഒരാൾ 1 ലക്ഷം രൂപ വെച്ച് കൊടുത്താലും തികയില്ല. അത്രത്തോളം ചിലവുണ്ട്, അത്രത്തോളം കാര്യങ്ങൾ നടത്താനുണ്ട്. അൽഹംദുലില്ലാ. ഇത് തളർന്നു പോകാതിരിക്കാൻ നിത്യവരുമാനത്തിന് ബാംഗ്ലൂര് ഒരു 10-12 സെന്റ് സ്ഥലമുണ്ട്. അതിൽ യമാനിയായുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊരു ബിൽഡിംഗ് കെട്ടാൻ പോകണം, നിർബന്ധമായും കെട്ടണം. ഈ മനുഷ്യനൊക്കെ തളർന്ന് വീടിൻ്റെ ഒരു മൂലക്കിരുന്നു പോയാൽ, ഈ ബഹുമാനപ്പെട്ട ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെവിടെയെങ്കിലും തളർന്നിരിപ്പായി പോയാൽ അത് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവരുടെ ജീവിതകാലത്ത് സന്തോഷത്തോടുകൂടി അവർക്ക് കാണാനും ആസ്വദിക്കാനും നമ്മൾ ഒരു നിയ്യത്തിൽ, നമുക്ക് നമ്മുടെ നിയ്യത്ത് അല്ലാഹ്ക്കറിയാം. ഇവിടെ നിറഞ്ഞ മജ്‌ലിസിൽ ഇവിടുത്തെ മാലാഖമാർ അൽഹംദുലില്ലാ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സദസ്സിൽ നമ്മുടെ നിയ്യത്ത് അല്ലാഹുവിനറിയാം. പടച്ചവനെ, ഒറ്റപ്പെട്ട് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ വമാ ഇമാമുക, നിന്റെ ഇമാമാര് എന്ന ചോദ്യത്തിന് ഖുർആൻ ഇമാമീ, എന്റെ ഇമാമ ഖുർആനാണെന്ന് പറയാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട് നല്ല സംഭാവന അൽഹംദുലില്ലാ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ ഈ സദസ്സിൻ്റെ, ഈ സ്ഥാപനത്തിൻ്റെ വലിയ ഒരു പ്രചാരകരായി മാറണം. കൊണ്ടുവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ബക്കറ്റിലേക്ക് സദഖ ഇടുന്നവർക്ക് ഖബറിന്റെ ഇരുട്ടറയിൽ നിന്ന് മോചനം കൊടുക്കണേ അല്ലാ. ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഇല്ലാത്ത ഖബറിന്റെ അകത്ത് ഈ ഖുർആനിന് വേണ്ടി ചെയ്യുന്ന സദഖ ഒരു പ്രകാശമാവണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആ ഖബർ നീ ഇവർക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബാപ്പു ഉസ്താദ് ഇന്ന് ഖബറിന്റെ അകത്താണ്. ആ ഖബർ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. ബഹുമാനായ കുമരമ്പത്തൂർ ഉസ്താദ് അല്ലാഹുവേ ഖബറിലാണ്. മഹാന്മാരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഈ മക്കളൊക്കെ അവരുടെ പൊരുത്തത്തിൽ വളർന്നു വരുന്നവരാണ് റബ്ബേ. ഞങ്ങളും അവരുടെ പൊരുത്തത്തോടെ ജീവിച്ചിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് റബ്ബേ, ഈ സദഖ വലിയ ഒരു ആശ്വാസവും ആനന്ദവുമായി ഞങ്ങളുടെ ഖബറിലേക്ക് നീ മാറ്റിത്തരണേ അല്ലാ. ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്ത് വലിയ സമാധാനമാക്കി ഈ സദഖയെ നീ മാറ്റണേ റബ്ബേ, മാറ്റണേ അല്ലാ. നബി മുഹമ്മദ് എല്ലാവരും ചെയ്തു കൊടുക്ക്, എല്ലാവരും ചെയ്തു കൊടുക്ക്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോ ഒന്ന് ഖബറിന്റെ അകത്തെ പ്രകാശം. ഈ ഭാഗത്ത് ബക്കറ്റ് ഉണ്ടോയോ? വേഗാവട്ടെ മോനെ, വേഗാവട്ടെ. 1-2 പേരുടെ ഉഷാറായിട്ട് വന്നേ. നല്ല സ്പീഡിൽ എല്ലാ ഭാഗത്തും എത്തണം ഇൻഷാ അല്ലാഹ്, എല്ലാ ഭാഗത്തും എത്തണം. ഒന്നാമത് ഖബറിന്റെ പ്രകാശം. 2 വമാ ഇമാമുക, നിന്റെ ഇമാമാരി എന്ന് ചോദിക്കുമ്പോ വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ ഖുർആനാണെന്ന് പറയാൻ പറ്റുന്ന അൽഹംദുലില്ലാഹ് ഒരു മറുപടി ഇതാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ 2 കണ്ണിനും കാഴ്ചയില്ലാതെ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു സഹോദരനുണ്ട്. കൊച്ചുകുട്ടിയാണ്, 2 കണ്ണിനും കാഴ്ചയില്ല. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഹൈദരലി തങ്ങൾ പ്രകാശനം ചെയ്ത സ്നേഹജാലകം എന്ന ഒരു മാസിക, ഇപ്പൊ ഞങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹസാഗരം എന്ന ആതുരാലയം ആരുമില്ലാത്തവരെ, രോഗികളെ, വഴിയിൽ കിടക്കുന്നവരെ, കുഷ്ഠരോഗികളെ, കാല് മുറിഞ്ഞു പോയവരെ അവരെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി പല്ല് തേച്ച് വസ്ത്രമൊക്കെ കൊടുത്ത് അവർക്ക് പെരുന്നാൾ, അവർക്ക് നബിദിനം എല്ലാം വലിയ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, സ്നേഹസാഗരം. അതിൻ്റെ ഒരു മാസികയുണ്ട്, സ്നേഹജാലകം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രവർത്തകരതയുടെ കച്ചവടത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കോപ്പി 100 രൂപയാണ്. അത് രോഗികൾക്ക് വേണ്ടി എന്ന നിയ്യത്ത് ചെയ്ത് നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ അകത്ത് അൽഹംദുലില്ലാഹ് സ്നേഹജാലകം എന്ന ആ മാസികയ്ക്കകത്ത് ഈ 2 കണ്ണിനും കാഴ്ചയില്ലാതെ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു മോന്റെ ചരിത്രം പറയുന്നുണ്ട്. അതിനകത്ത് 2 കണ്ണിനും കാഴ്ചയില്ല, പക്ഷെ ഖുർആൻ മനപ്പാഠമാക്കി. പിന്നെ നമ്മുടെ സഹോദരിമാരൊക്കെ നാദാപുരത്തൊക്കെ വരുമ്പോൾ ആവശ്യപ്പെടുന്നത് പോലെ അൽ ജവാബിൻ്റെ ചോദ്യവും അതിൻ്റെ ദുആയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേയൊക്കെ അത് അവർ സംഘാടകർ, അതിൻ്റെ പ്രവർത്തകർ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കയ്യിൽ കാശുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഓരോ കോപ്പി വാങ്ങാം. ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ അതിനകത്തുണ്ട്, അവരിപ്പോൾ കൊണ്ടുവരും. പക്ഷെ ഞാൻ പറയുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മകൻ ഹാഫിളായെങ്കിൽ കാഴ്ചയുള്ള നമ്മൾ എത്ര കാലമായി ഖുർആൻ തൊട്ടിട്ട് ഈ ഖുർആനിന്റെ
മനോഹരമായ വിരുന്നിന്റെ തീരത്തേക്ക് 2 ലക്ഷം രൂപയാണ് ഒരു സഹോദരൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പൊയിലൂരിൽ നിന്നും ഒരു സഹോദരൻ 2 ലക്ഷം രൂപ. ഉസ്താദേ, എൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം, മരിച്ചാലും എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ഒരു വിഹിതം. എത്ര ആളുകളാണ് ഇതാപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ദുആ വസിയത്ത്, ക്യാൻസർ രോഗം ബാധിച്ചവർക്ക്, വൃക്ക നഷ്ടപ്പെട്ടു പോയവർക്ക്, അങ്ങനെ ഒരുപാട് ദുആ വസിയത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാരക രോഗത്തെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, പടച്ചവനെ, 2 ലക്ഷം രൂപ യമാനിയ സ്ഥാപനത്തിന്റെ നിത്യവരുമാനത്തിനുള്ള ബിൽഡിങ്ങിന് ഞാൻ കൊടുത്തുകൊള്ളാം. എനിക്കല്ലാഹു തന്നതാണ് ഈ പണമെന്ന് നിയ്യത്ത് ചെയ്ത സഹോദരൻ. അല്ലാഹു ഇല്ലെങ്കിൽ എനിക്ക് ആരാണ് തരുന്നത്? അല്ലാഹു ഇല്ലെങ്കിൽ ആരാണ് എന്നെ സഹായിക്കുന്നത്? അല്ലാഹു ഇല്ലെങ്കിൽ ആരാണ് എനിക്ക് സമ്പത്ത് തരുന്നത്? 2 ലക്ഷം രൂപ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പൂർണ്ണമായും നിയ്യത്ത് ചെയ്തുകൊണ്ട് പൊയിലൂരിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ, എല്ലാവരും ആമീൻ പറയുക. പടച്ചവനെ, ഒറ്റപ്പെട്ട് ഖബറിന്റെ കത്ത് കിടക്കുമ്പോ ഈ ചോദ്യം ഒരു വലിയ സമാധാനമാക്കണേ അല്ലാ. ഈ ചോദ്യം വലിയ സമാധാനമാക്കണേ അല്ലാ. ആരാണ് നിന്റെ ഇമാമെന്ന് ചോദിക്കുമ്പോ ഖുർആനാണ് എന്റെ ഇമാമെന്ന് പറയാ. ഈ സുദഖ സഹോദരനും നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഖബറിന്റെ അകത്ത് പ്രകാശവും പ്രഭയും കൊടുക്കണേ അല്ലാ. ആരോരുമില്ലാത്ത ലോകത്ത് റബ്ബേ, ഈ സുദഖ നീ ഒരു വലിയ ആശ്വാസമാക്കി കൊടുക്കണേ അല്ലാ. നേരത്തെ പറഞ്ഞു 10 ലക്ഷം രൂപ ഒരു സഹോദരൻ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ നിയ്യത്ത് ചെയ്തോ? ഖുർആനിന്റെ മനോഹരമായ ആയത്തോടിയിട്ട് ഇവിടെ ദ്വാരക്കുമ്പോ സന്തോഷത്തോടെ നിങ്ങൾ നിയ്യത്ത് ചെയ്തോ? പാവപ്പെട്ട ഇവിടുത്തെ തുവക്കുന്ന യമാനിയ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ യൂത്ത് വിങ് എന്ന് പറയുന്ന ഇവിടെ തുവക്കുന്നില് യമാനിയയുടെ യൂത്ത് വിങ് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, ഈ 2 ഗ്രൂപ്പും കൂടി ചേർന്നിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് ചെയ്തു കൊടുത്ത പുണ്യം എത്രയാ സഹോദരങ്ങളെ. അവര് ചില ഗൾഫുകാരുണ്ടാവും, ചില നാട്ടു ജോലിക്കാരുണ്ടാവും, എല്ലാവരുടെയും വാട്സപ്പിലൂടെ ഞങ്ങളുടെ സ്ഥാപനമാണ്, മഹാന്മാരുടെ പൊരുത്തമുള്ള സ്ഥാപനമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ മരിക്കുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് കരുതി. ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടല്ലോ, കണ്ണ് നിറഞ്ഞുപോയി സഹോദരങ്ങളെ, കണ്ണ് നിറഞ്ഞുപോയി. ഹൈദരലി തങ്ങൾ അവരോട് പറഞ്ഞു അത്രേ, നൗഷാദ് ബാക്കവിയെ ആ സ്ഥാപനം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, അദ്ദേഹത്തെ പ്രിൻസിപ്പളാക്കണമെന്നൊക്കെ പറഞ്ഞു. അവർ പാണക്കാട് പോയി സംസാരിക്കുന്നു. ഒരിക്കലും ഒരു സ്ഥാപനവും കേരളത്തിൽ ഏറ്റെടുക്കാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷേ കണ്ണിയത്ത് ഉസ്താദിൻ്റെ എന്ന് പറയുമ്പോൾ കൽബിലൊരു സ്നേഹവും ഒരു നൊമ്പരും ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു പേടിയാണ് മനസ്സിലുള്ളത്. കുറേ പാവപ്പെട്ട ഉസ്താദന്മാർ എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്? അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹിന്റെ ശരീഅത്ത്, അത് കണ്ടവനെ നടറോട്ടിലിട്ട് ചവിട്ടിത്തേക്കാൻ അനുവദിച്ചുകൂടാ. ശക്തന്മാരായ പട്ടാളക്കാരാകുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കൽ നിർബന്ധമായ സാഹചര്യമാണിത്. അതുകൊണ്ട് ഒരിക്കലും തളരരുത്. വീട് വിറ്റും കുടുംബം വിറ്റും ശരീഅത്ത് കോളേജുകൾ, അറബി കോളേജുകൾ വളർന്ന് ഉയർന്നു തന്നെ വരണം. ഒരുത്തനും ഞോണ്ടിയിട്ട് പോകാൻ ഞങ്ങളുടെ സമുദായത്തെ നിന്നുകൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് എത്ര പറയാൻ പറ്റും? ഇതിൻ്റെ നിത്യവരുമാനത്തിന് മഹാന്മാരെ ഉസ്താദുമാരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് കരുത്തുറ്റ നേതൃത്വം നൽകണേ അല്ലാ. ബാപ്പ ഉസ്താദൊക്കെ കൈയൊന്ന് നീട്ടിയാൽ കോടികളാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി കിട്ടുക. അതുപോലുള്ള മഹാമരങ്ങളാണ് മുറിഞ്ഞു വീണു പോകുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് എന്തെങ്കിലും സ്ഥാപനങ്ങൾക്ക് ഇത് വെച്ചില്ലെങ്കിൽ, ഈ മക്നം കിട്ടാതെ നമ്മുടെ കോളേജിൽ ഇരുന്നിട്ട് ഞാൻ തിരിച്ചു വരുന്നു ഉമ്മ, ഇവിടെ പോരാ, ഇവിടെ വെള്ളമില്ല, ഇവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞു പോകരുത്. ഇവിടെ ഒരു സോളാർ സ്ഥാപിക്കുന്നതിനായി 7 ലക്ഷം രൂപയാണ് വാട്സപ്പ് ഗ്രൂപ്പിലെ 2 ഗ്രൂപ്പ് പരസ്പരം പറഞ്ഞിട്ട് പിരിച്ചെടുത്തതെന്ന് പറഞ്ഞപ്പോൾ രോമാഞ്ചമുണ്ടായിപ്പോയി. എന്തൊക്കെയാണ് വാട്സപ്പിൽ യൂട്യൂബിൽ നടക്കുക? അതിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി അവർ തിരഞ്ഞെടുത്തതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 10 ലക്ഷം രൂപ ആദ്യം പറഞ്ഞൊരു പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, പേര് പറഞ്ഞിട്ടില്ല മരണപ്പെട്ട ഉപ്പാക്കും തന്റെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും ബറക്കത്തിനും വേണ്ടി 10 ലക്ഷം രൂപ നാദാ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ട നമ്മുടെ യമാനയുടെ കൗണ്ടറിലേക്ക് സുദഖകൾ നിങ്ങൾ ഏൽപ്പിക്കണം.
സന്തോഷത്തോടെ പറയണം പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ആ ഖബർ പ്രകാശിപ്പിക്കണം തമ്പുരാനെ. ആ ഖബർ പ്രഭ കൊണ്ട് നൂറ് കൊണ്ട് നിറയ്ക്കണേ അല്ലാ. നിന്റെ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് അലങ്കരിക്കണേ അല്ലാ. ഉപ്പ മരണപ്പെട്ടിട്ട് 1 വർഷം തികയുന്നു. ഉസ്താദേ, എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ട ഉപ്പാടെ ഖബറിലേക്ക് 1 ലക്ഷം രൂപ നിയ്യത്ത് ചെയ്തു നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ആ ഖബർ പ്രവിശാലമാക്കണേ അല്ലാ. ആ ഖബർ സ്വർഗീയ ആരാമവും ആനന്ദവുമാക്കണേ അല്ലാ. അർഹമുർ റഹീമായ പടച്ചവനെ, ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിലേക്ക് ഈ പൊന്നുമോന്റെ സുറക്ക നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മരിക്കുമ്പോഴാണ് അറിയുന്നത് സുദക്കയുടെ ബലം. മരിക്കുമ്പോഴാണ് അറിയുന്നത്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. നൗഷാദ് ബാക്കവിക്ക് പൂർണ്ണമായ ഒരു വാദിന് വേണ്ടി യമാനയിലേക്ക് വരാൻ വളരെ പെട്ടെന്ന് കഴിയാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഉസ്താദുമാരോടുള്ള മഹബത്ത് കൊണ്ട് ഈ രാത്രി ഞാൻ ഓടിയെത്തിയത്. സമയമുള്ളത് കൊണ്ടോ ആരോഗ്യമുള്ളത് കൊണ്ടോ അല്ല, മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു കാക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, വനിതാ വോളണ്ടിയേഴ്സ് നിങ്ങൾക്കിടയിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് എന്റെ ഖബർ പ്രകാശിക്കാൻ, എന്റെ ശരീരത്ത് കിടന്ന് പ്രകാശിക്കുന്ന സ്വർണ്ണാഭരണം ഖബറിന്റെ പ്രകാശത്തിന് ഞാൻ മാറ്റുകയാണെന്ന് അഭിമാനത്തോടെ ഈ സ്ഥാപനത്തെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ കഴിയുന്ന പെൺമക്കളുണ്ടെങ്കിൽ വേഗമാകട്ടെ, പറയാൻ കഴിയണം. അല്ലാഹുവേ എന്റെ ശരീരത്തിന്റെ പ്രകാശം ഈ മോതിരമാണ്, എന്റെ ശരീരത്തിന്റെ പ്രകാശം ഈ സ്വർണ്ണാഭരണമാണ്. എന്റെ ഖബറിന്റെ പ്രകാശത്തിന് വേണ്ടി അല്ലാ ദുനിയാവിന്റെ പ്രകാശം ഞാൻ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കൊടുത്തേക്കുക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു 10,000 രൂപ വെച്ചിട്ട് നമുക്ക് കുറേ ആളുകൾക്കൊന്ന് നിയ്യത്ത് ചെയ്ത് പറഞ്ഞു നോക്കിയാലോ സന്തോഷത്തോടെ. വളരെ വേഗം വേണം. എന്നിട്ട് അൽഹംദുലില്ലാ കുറച്ചുകൂടി പറഞ്ഞ് നമുക്ക് തങ്ങളിപ്പോൾ വരും, സ്റ്റേജിലേക്ക് വരും. അത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആയിലേക്കും മറ്റ് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. എത്ര സന്തോഷമാണ് മഹാന്മാർക്ക് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഒരു സഹോദരിയാണ് തുടങ്ങി വെക്കുന്നത് 10,000-ന്റെ ഒന്നാമത്തെ ലിസ്റ്റ്. ഒരു സഹോദരി, ഞാൻ പറഞ്ഞ സ്നേഹജാലകത്തിൻ്റെ സംഘാടകരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രസിദ്ധീകരണം ഇതിനിടയിൽ നമുക്ക് സമയമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു കോപ്പി ഇല്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കൊണ്ടുവരാത്തത്. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വേഗം എല്ലാ ഭാഗത്തും കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൻ്റെ ചിത്രവും അതിൻ്റെ പ്രവർത്തന മേഖലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്യുക. സ്ത്രീകളുടെ ഭാഗത്ത് വനിതാ വോളണ്ടിയേഴ്സ് സ്വർണം തരുന്നെങ്കിൽ വേഗം അത് വാങ്ങി ഇവിടെ കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ്. വോളണ്ടിയേഴ്സ് നമ്മുടെ ഇതിൻ്റെ പിരിവിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. യമാനിയുടെ പ്രവർത്തകർ അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അത് അവർ തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളും. യമാനിയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, വോളണ്ടിയേഴ്സുകളായി നിൽക്കുന്ന സഹോദരിമാർ, സഹോദരങ്ങളുടെ ഭാഗത്ത് നിറഞ്ഞു നിന്നിട്ട് വേഗം വേഗം ഈ സ്വതക്ക ഇവിടെ പറയണം. അത് തീർച്ചയായും ആ വിഷയം നിങ്ങൾ ഗൗരവത്തോട് കൊടുക്കണം. സഹോദരിമാരോട് പറയുന്നു, ഈ പ്രസിദ്ധീകരണമാണ്. അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആര് വാങ്ങിയാലും അവർക്ക് ഖൈറും ബറക്കത്ത് കൊടുക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് വനിതാ വോളണ്ടിയേഴ്സ് ഉണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവനെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഖബറിന്റെ അഗാധമായ ഗർത്തത്തിന്റെ അകത്തൊരു പ്രഭയും പ്രകാശവും കിട്ടണമെന്ന നിയ്യത്തോടെ സ്വന്തം ശരീരത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ ശംസുലിലെ മുത്തമിട്ട യമാനിയക്ക് വേണ്ടി കൊടുക്കാൻ അള്ളാഹു ആരെങ്കിലും മനസ്സ് കാണിച്ചാൽ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒന്നാമത്തെ 10,000 ഒരു സഹോദരിയാണ് തുടങ്ങി വെച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ടുപോയ ഉപ്പാക്ക് വേണ്ടിയാണ്. മരണപ്പെട്ടുപോയ ഉപ്പയുടെ ഖബറിലേക്ക് ഒരു സഹോദരി തുടങ്ങി വെച്ച റബ്ബേ 10,000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ.
അല്ലാ. ആ ഉപ്പാടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ആ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. 10,000 രൂപ നിയത്ത് ചെയ്താ പ്രിയപ്പെട്ട സഹോദരിയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ അല്ലാഹുവേ നീ വിശാലമാക്കണേ അല്ലാ. ആ സഹോദരിക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അടുത്ത 10,000 പറയുന്നതാരാ? ഈ മനോഹരമായ രാത്രിയിൽ, ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ, ഈ സ്ഥാപനത്തിന്റെ മുറ്റത്തിരുന്ന പാണക്കാട് തങ്ങൾ ദുആ ചെയ്തു തുടങ്ങാൻ പോകുന്ന അത്ഭുതത്തിന്റെ വേദിയെന്ന് പാവപ്പെട്ട ഉസാറുവാക്കിയുടെ ചോദ്യത്തിന് മറുപടിയായി സാമ്പത്തിക പ്രതിസന്ധി വന്നാലും അള്ളാഹുവിന്റെ സ്ഥാപനങ്ങളെ ഞങ്ങൾ കൈവടിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ 10,000 രൂപ കൊണ്ട് ഞാനും കൂടെ നിന്നുകൊള്ളാമെന്ന് പറയുന്ന അടുത്ത ആളാരാ? സഹോദരിമാരുടെ ഭാഗത്തിരുന്ന സ്വർണ്ണാഭരണം വന്നുകൊണ്ടിരിക്കുന്ന കുലൂ തക്ബീർ. 60 പവന്റെ സ്വർണമാണ് സഹോദരിമാര് സ്വന്തം ശരീരത്തിന്റെ ഖബറിന്റെ പ്രഭയ്ക്കു വേണ്ടി അഴിച്ചു കൊടുത്തത്. അല്ലാഹുവേ ഇതേത് പൊന്നുമോളെ ശരീരത്തിൽ കിടന്നവോ നീ സ്വീകരിക്കണേ അല്ലാ. ഇതേത് പൊന്നുമോളെ ശരീരത്തിൽ അണിഞ്ഞോ തമ്പുരാനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. സഹോദരിമാര് സ്വർണ്ണാഭരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാരാവാരം പോലെ യമാനിയായുടെ 4 ഭാഗത്ത് നിറഞ്ഞു കവിഞ്ഞു പോയ സഹോദരിമാര് സ്വർണ്ണാഭരണം കൊടുക്കുന്നു, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസുന്നൂർ ഹൈദരലി തങ്ങൾ മജ്ലിസുന്നൂറിന്റെ ഇജാസത്ത് എനിക്ക് തന്നതിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ ഈ നടത്തുന്ന ആരുമില്ലാത്ത അഭയകേന്ദ്രത്തിലെ രോഗികൾക്ക് വേണ്ടി നടത്തുന്ന അവിടെ മജ്ലിസുന്നൂർ നിയ്യത്ത് ചെയ്തപ്പോൾ തന്നെ ഒരാൾ സ്വപ്നം കണ്ട് കാല് മുറിച്ചു മാറ്റേണ്ടുന്ന പഴുപ്പ് മാറിയിട്ടുണ്ട്. അത് തങ്ങളുടെ ഒരു വലിയൊരു പൊരുത്തമാണ്, മജ്ലിസുന്നൂറിൻ്റെ വലിയ കറാമത്തുമാണ്. ആ ബഹുമാനപ്പെട്ടവർ ഈ സദസ്സിൽ വരുമ്പോൾ ഞാൻ തങ്ങളുടെ അടുത്ത് പറയും, നേരത്തെ ഇപ്പോൾ കണ്ടപ്പോഴും പറഞ്ഞു, ഏത് സദസ്സിൽ സ്വർണം തന്നാലും സ്വതക്ക തന്നാലും ഞങ്ങളൊക്കെ വാഗ്ദാനം പറയുമ്പോൾ ആവേശത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് അവരുടെ ദുആയുണ്ട്. ആരുമില്ലാത്തവർക്ക് അഭയം കൊടുക്കുന്ന ഈ പ്രിയപ്പെട്ടവൻ അൽഹംദുലില്ലാഹ് എൻ്റെ സമ്പത്തും എൻ്റെ ശരീരവും എൻ്റെ പ്രസംഗവും അതിൻ്റെ ഒരു മുഖ്യ പങ്ക് അതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി, ഇത് നമ്മുടെ ഖബറിന്റെ വിജയത്തിനാണല്ലോ, സന്തോഷത്തോടെ എഴുന്നേറ്റ് പറയാം. ഒരാള് ഒരു സ്വർണ്ണമോതിരം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്, വനിതാ വോളണ്ടിയേഴ്സ് സ്ത്രീകളുടെ ഭാഗത്ത് ഒന്നുകൂടി ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സദസ്സിൽ നിന്ന്, ഈ നിറഞ്ഞ മജ്ലിസിൽ നിന്ന് ഉസ്താദെ ഇവിടുത്തെ ഒരു ദുആയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇത്രയും ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ ഈ സ്ഥാപനം, ഇവിടുത്തെ ഉസ്താദുമാർ, ഇവിടുത്തെ ഈ ഹിഫ്ളിന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഇവിടുത്തെ മലക്കുകൾ, ഇവരെ സാക്ഷി നിർത്തിയിട്ട് ഒരു 10,000 രൂപ എൻ്റെ പേരിൽ ഒരു വാഗ്ദാനം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ. ആരെഴുന്നേറ്റാലും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ, ആരെഴുന്നേറ്റാലും അല്ലാഹു ബർക്കത്തിട്ട്. കുലൂ തക്ബീർ. അതാ ആ പുറകിൽ ഒരു സഹോദരൻ എഴുന്നേറ്റ് വോളണ്ടിയേഴ്സ് ആ പേരെഴുതിയെടുത്ത് വേഗം കൊണ്ടുവരിക. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പേരൊന്നും എഴുതിയെടുത്തുകൊണ്ട് വരിക. ആരാണ്? അൽഹംദുലില്ലാഹ് നമ്മുടെ റിസോർട്ടിന്റെ ആളാണ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അദ്ദേഹം 50,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, എൻ്റെ പ്രിയ സഹോദരനാണ്, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് ദീനീ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സുഹൃത്താണ് റബ്ബേ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. ഈമാനോടുകൂടി ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണമല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരന്റെ ബിസിനസ്സിനൊരു തളർച്ചയും ഒരു തകർച്ചയും നീ കൊടുക്കരുത് തമ്പുരാനെ. ഈ സദസ്സിൽ ചോദിച്ചപ്പോ ആ പുറകുഭാഗത്തിൽ നിന്ന് ഞാനുണ്ട് ഉസ്താദേ 10,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന പ്രിയ കൂട്ടുകാരന് ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ നിറഞ്ഞ മജ്ലിസിൽ ഇവിടെ പഠിച്ചുകൂടിയ മാലാഖമാരെയൊക്കെ സാക്ഷി നിർത്തി എന്താണോ ആ സഹോദരൻ ആഗ്രഹിച്ചിരുന്നത് അത് നീ നടത്തി കൊടുക്കണേ അല്ലാ. വേറൊരു സഹോദരി ഒരു സ്വർണ്ണമോതിരം, നല്ല വലിയ സ്വർണ്ണമോതിരമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. റബ്ബേ, ഒരു മനോഹരമായ സ്വർണ്ണമോതിരം ഈ സദസ്സിലേക്ക് തന്ന പെങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പെങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ പെങ്ങളുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ആ പെങ്ങൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. തന്റെ ശരീരത്തിണിഞ്ഞിരുന്ന സ്വർണ്ണാഭ
സ്വർണ്ണാഭരണം ഇതിനു വേണ്ടി മാറ്റിവെച്ച പൊന്നാര പെങ്ങൾക്ക് നാഥ രണ്ട് ലോകത്തും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ അല്ലാ. ഈ സ്വർണം മോതിരം പോലെ ശരീരത്തിളഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പടച്ചവനെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഖബറിന്റെ വെളിച്ചത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുന്ന സഹോദരിമാരെ മുഴുവനും ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് കബൂൽ ചെയ്യണേ അല്ലാ. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ദീർഘായുസ്സും ആഫിയത്ത് ലഭിക്കാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പലരും ദുആ ചെയ്യാൻ പൈസ കൊടുക്കുമ്പോൾ പേര് പറയാറ് എന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കിട്ടണം, ആരോഗ്യം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് 50,000 രൂപ കുലൂത്തക്ക് ബീർ നാദാ സ്വീകരിക്കുന്നതാ. അല്ലാഹുവേ, പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരിയുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ആതുരാലയത്തിൽ മക്കൾ സ്നേഹിക്കാനില്ലാത്ത ഉമ്മയുണ്ട്, മക്കൾ നോക്കാനില്ലാത്ത വാപ്പയുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ പ്രസിദ്ധീകരണം കയ്യിൽ വാങ്ങി വെച്ചവര് കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങളെ ഉസ്താദ് നോക്കുന്നത്, ആരോരുമില്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങളെ നോക്കുന്നത്. ഇവിടെ 50,000 രൂപ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ആയുസ് കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ വിലപ്പെട്ട ഒരു സ്വതക്ക ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ചു. റബ്ബേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ ഉമ്മാക്കും ഉപ്പാക്കും നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. മാരക രോഗങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നീ അവർക്ക് കൊടുക്കരുതേ അല്ലാ. നീ അവർക്ക് കൊടുക്കരുതേ അല്ലാ. അൽഹംദുലില്ലാഹ്, മരിച്ചുപോയ ഉമ്മാക്കും ഉമ്മാമാക്കും വേണ്ടി ദ്വാരക്കാൻ അൽഹംദുലില്ലാഹ് 10,000 രൂപ. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിയും ഉമ്മുമ്മാക്ക് വേണ്ടിയും ദ്വാരക്കണം 10,000 രൂപ. പടച്ചവനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ 10,000 രൂപ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അർഹമർ റഹീമായ അല്ലാ, അവിടെ സ്വർഗ്ഗ സ്വീകരിച്ച് ആ ഖബറാളികൾക്ക് പ്രകാശം കൊടുക്കണേ അല്ലാ. ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് യമാനിയുടെ സ്ഥാപനത്തിന്റെ ചുവരുകൾ ഒരു പ്രഭയായി, ഒരു സ്വർഗത്തിന്റെ കൊട്ടാരമായി, ഒരു ആശ്വാസം തീർത്തു കൊടുക്കണേ അല്ലാ. പൊയിലൂരിലുള്ള ഒരു സഹോദരന് 1,80,000 രൂപ കുലൂ തക്ബീർ. അല്ലാഹുവേ, പടച്ചവനെ, യമാനിയെ ഇനി പട്ടിണിയാവൂല. യമാനിയെ ഞങ്ങൾ കഷ്ടപ്പെടാൻ അനുവദിക്കില്ല. യമാനിയ ആ സ്ഥാപനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. 1,80,000 രൂപ പൊയിലൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ കബൂൽ ചെയ്യണേ അല്ലാ. ആ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ അഭിവൃദ്ധിയുടെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാ. അഷ്റഫ് മുണ്ടത്തോട് 10,000 രൂപ. അല്ലാഹുവേ, ഈ സ്വതക്കകളെല്ലാം നിന്റെ ദീൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ആ മക്കൾക്ക് ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത പൊന്നുമോന്റെ ചരിത്രം പറയുന്ന ജാതകം പോലെ ഖബറിന്റെ വിജയത്തിനും മറ്റുമൊക്കെ ദിക്റും ദുആയും അൽജവാബിലൂടെ പറയുന്ന ചോദ്യങ്ങൾ പോലെ അതെല്ലാം ഒരു അറിവിന്റെ ഭാഗമാണ്. യമാനിയിൽ പഠിക്കുന്ന കിതാബുകൾക്ക് കണക്കില്ല. അറബി കോളേജിലെ ഗുരുനാഥന്മാരുടെ അറിവിനെ അളക്കാൻ കഴിയില്ല. അവരുടെ അക്ഷരമുറ്റത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവേ, ഈ 10,000 രൂപ സ്വീകരിക്കണേ അല്ലാ. ഈ 10,000 രൂപ കബൂൽ ചെയ്യണേ അല്ലാ. സ്വാലിഹായ മക്കളുണ്ടാകാൻ വേണ്ടി ഒരാൾ 10,000. അല്ലാഹുവേ, അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഹാഫിളീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഒരു മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്, പെട്ടെന്ന് ഹാഫിളാകണമെന്ന ആഗ്രഹത്തോടെ 10,000. അല്ലാഹുവേ, ഇവിടെ പഠിക്കുന്ന പൊന്നുമോനെ ഹാഫിളാക്കണമല്ലാ. ഉസ്താദുമാര് കഷ്ടപ്പെട്ട് നടത്തുന്ന സ്ഥാപനത്തെ രാജാവിന്റെ കൊട്ടാരം പോലെ നീ വിപുലീകരിക്കണം തമ്പുരാനെ. പട്ടിണിയില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, ഞെരുക്കമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരന്തമില്ലാത്ത അഭിവൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ നീ മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാഹ്. 10,000 രൂപ. അഷ്റഫ് 10,000 രൂപ. അല്ലാഹുവേ, 10,000 രൂപ പറഞ്ഞ അഷ്റഫ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവർക്ക് ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഇതാ വീണ്ടും ഒരു സ്വർണ്ണമോതിരം കുലൂ തക്ബീർ. പടച്ചവനെ, ഉമ്മാക്കും ഉപ്പാക്കും ആങ്ങളക്കും വേണ്ടി ദ്വാരക്കണം. ഒരു സ്വർണ്ണമോതിരം നീ സ്വീകരിക്കല്ല. എന്തൊരു സന്തോഷമാണ് തൃപ്തിയോടുകൂടി സ്വതക്ക ചെയ്യുന്നത്. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങള്, പ്രയാസങ്ങള്, നൊമ്പരങ്ങള് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ശ്വാസം മുട്ടൽ മാറാൻ വേണ്ടി വീണ്ടും ഒരു സ്വർണ്ണമോതിരം
ഈ സദസ്സിന്റെ ദുആ സ്വീകരിക്കും ഉസ്താദേ. മഹാന്മാരുടെ പൊരുത്തമുണ്ടല്ലോ. ഈ മക്കളെ പേര് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചിട്ട് കുംഭ വീർപ്പിക്കാനില്ല. അതുകൊണ്ട് സമസ്തയോടുള്ള വിശ്വാസം കൊണ്ട് തമ്പുരാനെ മനോഹരമായ സ്വർണ്ണമോതിരം ശാരീരികമായ രോഗം മാറണമെന്ന ആഗ്രഹത്തോടെ കൊടുത്തു. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. ഒരുപാട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എങ്കിലും അൽഹംദുലില്ലാഹ് അവർ ഇത് നശിക്കാതെ കൊണ്ടു നടക്കാനുള്ള സംഘാടകരാണ് ഇതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഇവിടെ ഓരോ ദിവസവും ഇതിൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ പച്ചക്കറി കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരുപാട്, ഒരു നല്ല വസ്തു ആരെങ്കിലും യമാനിക്ക് കൊടുത്താൽ അതിൽ നിന്ന് തേങ്ങയിട്ടിട്ട് അത് നമ്മുടെ മക്കൾക്ക് വേറൊന്നിനുമില്ല, അത് വിറ്റതിൻ്റെ ലാഭം കൊണ്ട് നടക്കാൻ ഒന്നിനുമില്ല. ഇത്രയും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒരു 50 തേങ്ങയൊക്കെ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല മനസ്സോടുകൂടി അത് ഞങ്ങൾ സ്ഥാപനത്തിന് കൊടുത്തേക്കാമെന്ന് നിയ്യത്ത് ചെയ്താൽ ഐദല്ലി തങ്ങൾ വരുന്നതിന് മുമ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം. അള്ളാഹു ആരെങ്കിലും നിയ്യത്ത് ചെയ്താൽ അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഒരു സ്വർണ്ണ കമ്മല് ഈ സദസ്സിലേക്ക് ഒരു പ്രിയപ്പെട്ട സഹോദരി തന്നു. അതുപോലെ ഉദ്ദേശം നടക്കാൻ വേണ്ടിയിട്ടൊരു സ്വർണ്ണ മോതിരം തന്നു. അതുപോലെ വേറൊരു സ്വർണ്ണ മോതിരം തന്നു. ഇൻഷാ അള്ളാഹ് എല്ലാം വളരെ ശ്രദ്ധിക്കണം, കവറിനകത്തൊക്കെ ഉള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വെള്ളം, ഇവിടെ എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്തത് അൽഹംദുലില്ലാ തുണ്ടിക്കണ്ടിയിൽ പിന്നെ കുഞ്ഞാമി എന്നിവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇവരുടെ മകളുടെ മകൻ അൻസാറാണെന്ന് ഇവിടെ വെള്ളം ചെയ്തത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തിന് ഖൈർ കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ വേണ്ടി ഒരു സഹോദരൻ 10,000 രൂപ, മരുമകൻ ഇന്ന് ആഫിദായി സനദ് സ്വീകരിക്കുന്നു. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഭർത്താവിൻ്റെ ഉപ്പയുടെ രോഗം മാറാൻ വേണ്ടി 1 പവൻ, മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി 1 പവൻ, മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി 1 പവൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം സ്വീകരിച്ച് ഈ സ്വതക്കകളൊക്കെ കബൂൽ ചെയ്ത് 2 ലോകത്തും അള്ളാഹു അവർക്ക് സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാനിയയുടെ പ്രിയപ്പെട്ട സംഘാടകരോട് ഇൻഷാ അല്ലാഹ് പറയുന്നു, ഈ സ്നേഹസമ്പന്നരായ ജനങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം റമളാനിന് ശേഷമുള്ള ഒരു ദിവസം നേരത്തെ ബന്ധപ്പെട്ട അബൂബക്കർ ഇമാനി ബന്ധപ്പെട്ടവരോട് ഏറ്റുവാങ്ങി അൽഹംദുലില്ലാഹ് ഈ സഹോദരങ്ങളുടെ ഈ സ്ഥാപനത്തെ ഇത്ര സ്നേഹിക്കുന്ന കുറേ പ്രാവശ്യം എന്നോട് ദാരിമി ഉസ്താദ് പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങൾ ഈ സ്ഥാപനത്തിനോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും. അപ്പോൾ ഇത്രയും താല്പര്യത്തോടു കൂടി വന്നിരിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഒരു സന്തോഷമുള്ള ഒരു വാദിൻ്റെ രാവ് നമുക്ക് റമളാന് ശേഷം ഒരുക്കാൻ അല്ലാഹു ആകട്ടെ എന്ന് കാര്യമായി ദുആ ചെയ്യുന്നു. സ്വർണ്ണാഭരണം വീണ്ടും ഈ സദസ്സിലേക്ക് വന്നു. ഒരു മനോഹരമായ സ്വർണ്ണവള, അൽഹംദുലില്ലാഹ് ഒരു വലിയ സ്വർണ്ണവള നമ്മുടെ ഈ സദസ്സിലേക്ക് മരിച്ചുപോയ ഭർത്താവിന് വേണ്ടി ദുആ രക്കണമെന്ന് പേര് പറയാത്ത ഒരു സഹോദരി
അള്ളാഹുവെ എത്രയോ സന്തോഷത്തോടെ ഈ വലിയ സ്വർണ്ണവള ഇട്ടുകൊണ്ട് നടന്ന പെങ്ങളാണ്. പക്ഷെ അത് മറന്നു. ഭർത്താവിൻ്റെ ഖബറിലേക്ക് വലിയ സ്വർണ്ണവള ആ സഹോദരി നിയ്യത്ത് ചെയ്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ. ആ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. മറ്റൊരു സ്വർണ്ണ ചെയിൻ, അതുപോലെ മനോഹരമായ ഒരു സ്വർണ്ണ മോതിരം, അങ്ങനെ കുറേ സ്വർണ്ണാഭരണങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോന്നും പറയാൻ കഴിയുന്നില്ല. രണ്ട് ഐശ്വര്യവും എന്ന് മാത്രം ചെയ്ത് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തന്നാൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇന്ന് 9 മണി മുതൽ കല്ലുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രഭാഷണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആരക്കണം. എല്ലാ മാസവും 11-ാം തീയതി ഞാൻ നടത്തുന്ന ആതുരാലയത്തിൽ ഒരു സിൻഡോറും ദുആയും ഉള്ളതാണ്. അത് ഇന്നത്തെ പരിപാടി ഇന്നലെ ആക്കിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൻ്റെ നിലനിൽപ്പിനും ആ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കബൂലിയത്തിനും നിങ്ങൾ ദുആരക്കണം. അള്ളാഹു ബാപ്പു ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ട മഹാരൂപന്മാരുടെ ഖബറുകളെല്ലാം അള്ളാഹു വെളിച്ചമേകി കൊടുക്കട്ടെ. ബാക്കിയുള്ള ഉസ്താദുമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പെരിങ്ങത്തൂർ ഒളവിലം മുഹമ്മദ് അബി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട, എന്താണിത്, ഉമ്മയുടെ രോഗം മാറുന്നതിന് വേണ്ടി ദ്വാരക്കാനാണ്. കുടുംബത്തിലെ കഷ്ടപ്പാട് മാറാൻ അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ. ബക്കറ്റിലിട്ട കുറേ ദ്വാലിസ്റ്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ പ്രയാസങ്ങളും ഈ കത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാവിധ നൊമ്പരങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉസ്താദുമാരെ ആദരവോടെ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും ഞാൻ പോകുമ്പോൾ കൂടെ എഴുന്നേറ്റ് പോകരുത്. എന്നോടൊപ്പം അങ്ങോട്ട് വരികയും വേണ്ട. ഞാനിപ്പോൾ അടുത്ത സദസ്സിലേക്ക് പോവാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ വരും. അപ്പോൾ ഒരു അദബ് കേടാവരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനെപ്പോഴും നാദാപുരം ഈ ഭാഗത്തൊക്കെ വരുന്നതാണ്, നമുക്ക് എപ്പോഴും കാണാം, സംസാരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സദസ്സിൻ്റെ അദബ് പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.